ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല അനുഗ്രഹപ്പെട്ട ഒരു പകലോടും സ്വർഗത്തിലെ കർത്താവ് നമുക്കായി ഒരുക്കി തന്ന ആ വലിയ ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമ്മളെ ഇന്നത്തെ മുമ്പേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനയാണ് ഇന്ന് പകല് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം. നമ്മൾ പരിഹസിക്കപ്പെടുന്നത്, അപമാനപ്പെടുന്നത്, നിന്ദിക്കപ്പെടുന്നത്, സ്തോത്രം, അത് മാറ്റുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. സ്തോത്രം. അത് മാറ്റി കഴിയുമ്പോൾ നമ്മൾ ഇത്രയും നാളും അനുഭവിച്ച വേദന ഒന്നുമില്ലാതായിട്ട്, നമ്മൾ ചിലപ്പോൾ ചില മാസങ്ങൾ കൊണ്ടായിരിക്കാം, ചില വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന വേദനയാവാം. പക്ഷെ കർത്താവിനെ മാറ്റാൻ ഒറ്റ നിമിഷം. സ്തോത്രം. ആ കർത്താവ് മാറ്റാൻ എപ്പോഴും തയ്യാറാണ്. സ്തോത്രം. അത് പ്രാപിച്ചെടുക്കുവാൻ പലപ്പോഴും ആർക്ക് കഴിയത്തില്ല? നമുക്ക് കഴിയുന്നില്ല. കാര്യം എന്താ? സ്തോത്രം. ഒന്ന്, ദൈവമക്കളെ ഏറ്റവും കൂടുതലായിട്ട് തിരിച്ചറിയുന്നത് രണ്ട് പേര്. ആരൊക്കെ? ദൈവമക്കളെ ഏറ്റവും കൂടുതലായിട്ട് തിരിച്ചറിയുന്നത് രണ്ട് പേരാണ്. ഒന്ന് നമ്മുടെ കർത്താവ്, രണ്ട് പിശാച്. കർത്താവ് എപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ച് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. പിശാച് എപ്പോഴും ആ ദൂതിനെ തകർത്ത് കളഞ്ഞ് നമ്മളെ താട്ടി നിന്ദിക്കപ്പെടുവാൻ, പരിഹസപ്പെടാൻ, അപമാനപ്പെടാൻ, ഇതെല്ലാം ആരാഗ്രഹിക്കുന്നത്? പിശാച്. കാര്യം എന്തുവാ? ദൈവനാമത്തെ എങ്ങനെ നമ്മളിൽ നിന്ന് മാറ്റുവാനാണ് അവന്റെ പ്ലാൻ. പക്ഷെ അത് മാറ്റാതെ നിലനിർത്തുവാനാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് നമുക്കാണ്. ദൈവം ആ സ്വാതന്ത്ര്യത്തിനകത്ത് എന്ത് ചെയ്യത്തില്ല? ദൈവം കയറത്തില്ല. നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. തെറ്റ് വേണോ, അല്ലെങ്കിൽ പാപം വേണോ, അല്ലെങ്കിൽ ശരി വേണോ, നീതിയായ ജീവിതം വേണോ, തെരഞ്ഞെടുക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? നമ്മളെ ചില മാതാപിതാക്കളെല്ലാം പറയാറുണ്ട്, നമ്മളെ മോൻ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ പറയും, ഓ അവന്റെ കൂടെ നടക്കുന്നുണ്ടാ അവൻ പാവത്തിൽ പോയത്. അപ്പോഴും നമ്മളെന്തോ പറയണേ? നമ്മളെ മോൻ ക്ലിയറാ, അവനാ അല്ലെങ്കിൽ ആ കൂടെ പോകുന്ന ആ പയ്യനാ കേട്. അവന്റെ മാതാപിതാക്കൾ പറയുന്നില്ല, അവന്റെ കൂടെ നടക്കുന്നതാണെന്ന് പറയുന്നത്. സ്തോത്രം. എന്തു കാര്യം എന്തുവാ? നമ്മളെ തെറ്റിനെ പലപ്പോഴും മറച്ചു വെച്ചിട്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ തലയിലേക്ക് എന്ത് ചെയ്യും? നമ്മളെ തെറ്റിനെ കൊണ്ടുവരും. ദൈവമക്കളെ, നമ്മൾ അതിനെല്ലാം ഫസ്റ്റ് നിൽക്കുന്ന ആൾക്കാർ. സ്തോത്രം. ഫസ്റ്റ് നിൽക്കുന്ന, ഒരിക്കലും പിന്നിലോട്ടല്ല, ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ആൾക്കാർ നമ്മളാണ്. സ്തോത്രം. ദൈവമക്കളെ, അനുഗ്രഹം പ്രാപിക്കാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം അതാണ്. ഞാൻ എന്റെ മോൻ നശിച്ചു പോകുന്നതിന് ഞാൻ മറ്റൊരു മോനെ അല്ലെങ്കിൽ മറ്റൊരു സഹോദരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്തുവാ? എന്റെ മോൻ അത് തെറ്റാന്ന് തോന്നുമെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം വിട്ടാ പോരെ? അമേ, വിട്ടാ പോരെ? എന്റെ മോൻ തെറ്റായിട്ട് പോകുന്നു, അവൻ വഴിയാണെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം വിട്ടാ പോരെ? അല്ലെങ്കിൽ ഞാൻ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വത്രം. എന്റെ മോൻ ആരാണ്? ദൈവത്തെ അറിഞ്ഞതാ. മറ്റവൻ ജാതിയായിട്ട് ജീവിക്കുന്നവനാ. ജാതിയായിട്ട് ജീവിക്കുന്നവന് ദൈവമായിട്ട് ജീവിക്കുന്നവനുമായിട്ട് ബന്ധമില്ല, ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പൊ ആരാണ് തെറ്റുകാരൻ? ആരാ തെറ്റുകാരൻ? സ്തോത്രം. ആരാണ് തെറ്റുകാരൻ? പറ. നമ്മളെ തെറ്റുകാരൻ. സ്തോത്രം. നമ്മളാണ് തെറ്റുകാരൻ. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിനെ മഹോന്നതനായ പുത്രനാണെന്നും, യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും, ദൈവം പിതാവായ യഹോവയെ ദൈവം പുത്രനെ അയച്ചിരിക്കുവാണെന്നും
ഈ യേശുവിന് വലിയ കൃപാവരമുണ്ടെന്നും ഈ യേശുവിന് സകലത് കഴിയുമെന്നും തിരിച്ചറിഞ്ഞത് ദൈവജനമല്ല, പിശാചാണ്. പിശാചാണ് യേശുവിനെ പലയിടത്തും എന്ത് ചെയ്തേ? ഉയർത്തിയത്. നീ ദൈവത്തിന്റെ പുത്രനാ, നീ ക്രിസ്തുവാ. ഞങ്ങളെ മുമ്പേ ദണ്ഡിപ്പിക്കാൻ വന്നു. കർത്താവ് എന്ത് ചെയ്തു? ഷൗട്ട് ചെയ്ത്. അവരല്ല പറയേണ്ടത്. ആരാ പറയേണ്ടത്? ആരാ പറയേണ്ടത്? പിശാചാണ് എന്നെ ഉയർത്തേണ്ടത്. ആരാ ഉയർത്തേണ്ടത്? ആരാ ഉയർത്തേണ്ടത്? സ്തോത്രം. ദൈവമക്കളാ തിരിച്ചറിയേണ്ടത് തന്നെ. പക്ഷെ ഉയർത്തുന്ന ആരാ? പിശാചാ. കർത്താവിന്റെ വചനം പഠിച്ചില്ലയോ? വചനം പഠിക്കുമ്പോൾ എല്ലാം കർത്താവിനെ ഉയർത്തുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവരെ ഷൗട്ട് ചെയ്തു. അവര് പറയുന്ന വാക്ക് കേട്ടോ എന്നല്ല യേശു പറഞ്ഞു. ആണോ? ആണോ? അവരുടെ വാക്കുകളെ എന്ത് ചെയ്തു? ഷൗട്ട് ചെയ്തു. സ്തോത്രം. നേരത്തെ സാക്ഷി പറഞ്ഞ പ്രാർത്ഥനക്കാരൻ, അതിൽ വലിയ പേര്, അതിൽ വലിയ ഭാഗ്യം വേറെ ഏതുണ്ട്? ആ പേര് ലഭിക്കാനാ ഓരോ ദൈവം ജീവിക്കുന്നത്. അതിനപ്പുറത്ത് വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. സ്തോത്രം. സ്തോത്രം. നമുക്കത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മളെ ഒരു കളിയാക്കും. കളിയാക്കട്ടെ, കളിയാക്കട്ടെ എന്ന് കേട്ട പാട്ട്, ആദ്യം പാടിയ പാട്ട് എന്തുവാ? എന്താ പറഞ്ഞേ? ലോകക്കാരന്റെ ഒരു സ്നേഹവും നമുക്ക് വേണ്ട. ആമേൻ. ആരുടെ സ്നേഹം മതി? കർത്താവിന്റെ സ്നേഹം മതി. സ്തോത്രം. നമ്മൾ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുമ്പോഴാ ഈ പ്രാർത്ഥനയുടെ പവർ എന്തെന്ന് ഒരു ദിവസം അവര് തിരിച്ചറിയുന്നു. സ്തോത്രം. മാങ്ങ നിൽക്കുന്ന മാവിലെ ആരെറിയത്തുള്ളൂ? കല്ലുള്ളവൻ എറിയത്തുള്ളൂ. ഇല്ലയോ? മാങ്ങയില്ലാതെ ചുമ്മാ ഇരിക്കുന്ന മാവിനകത്ത് എറിയൂ. സ്തോത്രം. കായ്ഫലമുള്ളതാ ദൈവത്തെ. കായ്ഫലമുള്ള നമ്മളെ ഓരോരുത്തരെയും എറിയാൻ. കായ്ഫലമില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അവര് നിന്ദിക്കത്തില്ലായിരുന്നു, പരിഹസിക്കത്തില്ലായിരുന്നു, അപമാനിക്കത്തില്ലായിരുന്നു, അവര് തള്ളിപ്പറയത്തില്ലായിരുന്നു. ഇവര് തള്ളിപ്പറഞ്ഞതും അപമാനിച്ചതും നിന്ദിക്കുന്നതും എന്തുകൊണ്ടാ? ദൈവത്തിന്റെ കൃപ നമ്മൾ മേൽ കിടക്കുന്നത് കൊണ്ട്. ദൈവത്തിന്റെ കൃപ നമ്മളെ താക്കുന്നതാണോ ഉയർത്തുന്നതാണോ? ദൈവത്തിന്റെ കൃപ നമ്മളെ ഉയർത്തുന്നതാണ്. അപ്പൊ ഈ നിന്നയോ പരിഹാസമോ അപമാനത്തിലോ ഒന്നും തളർന്നു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വന്തം നമുക്ക് നിന്ന കിട്ടുമ്പോ, പരിഹാസം കിട്ടുമ്പോ, അപമാനം കിട്ടുമ്പോ നമ്മൾ ഓർത്തോണം, നമ്മളെ മേൽ ആരുണ്ട്? കർത്താവിന്റെ കൃപയുണ്ട്. അതാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്തത്. സ്തോത്രം. ഒരു കാര്യം ചോദിക്കട്ടെ, ലോകപരമായുള്ള 1000 പേര് കൂടുന്ന ശബ്ദത്തിന്റെ കാര്യം വലുതാ 10 പേര് കൂടുന്ന ദൈവമക്കൾ കൂടുന്ന ശബ്ദം. ഈ 10 ദൈവമക്കൾ കൂടുന്ന ശബ്ദമാണ് അവർക്ക് അരോചമായി വരുന്നത്. കാര്യം എന്തുവാ? സ്തോത്രം. അതിന്മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഈ 1000 പേര് കൂടുന്നതിന്റെ കാട്ടിയുള്ള പവർ എന്ത് ചെയ്യും? വെളിപ്പെടും. അത് ആർക്കറിയാം? പിശാചിനറിയാം. പിശാചിന് അറിയാം. ദൈവമക്കൾ എവിടെ കൂടുന്ന അവരുടെ മെന്റിയലാണ്. ഇപ്പോഴത്തെ നിയമമെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മാസ്ക്, മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്തോത്രം പിടിക്കുന്നത് എവിടെ? ദൈവമക്കളെവിടെ? കൊട്ടാരയുടെ ഗണതയമ്പലത്തിനകത്ത് ഉത്സവം നടക്കുക. ഞാൻ ഇന്നലെ അതിലെ പോയി. പോലീസുകാരുടെ ഒരു ബറ്റാലിയൻ ഉണ്ട്, പക്ഷെ അവിടെ കൂടിക്കുന്നതിന് വിഷയമില്ല. അവരതിനകത്തൊന്നും അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ ദൈവമക്കൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ കാര്യം എന്തുവാ? നമ്മൾ കൂടിയാൽ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കും. ദൈവശക്തി വ്യാപരിച്ചാൽ ആർക്ക് നിൽക്കാൻ പറ്റത്തില്ല? അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിശാചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മളെ ക്വാളിറ്റി എന്ന് പകരം തിരിച്ചറിയാം. ഇന്ന് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ഇന്ന് നമ്മളെ ക്വാളിറ്റി, നമ്മൾ ആരൊക്കെയാണെന്നുള്ള ഒന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. തിരിച്ചറിയേണ്ട രീതി അറിയാതെ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ദൈവത്തിലും പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ദൈവം നമുക്ക് തന്ന ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ ആരാണ്? ദൈവം നമ്മളെ പ്രിയപ്പെട്ടവനായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുവാൻ സ്വന്തം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക? മാറിപ്പോവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മറുപടിയും വിടുതലും കിട്ടാത്തത്. എന്നാൽ ഇന്ന് കോവിഡ് വാക്സിൻ എടുക്കുന്നു, അതുപോലെ അവരവരുടെ മനസ്സാണ്, തീരുമാനമാണ്, ദൈവസ്ഥാനം എടുക്കുന്ന തീരുമാനം. ഇത്രയും നാളും വാക്സിൻ എടുത്തവർക്ക് വന്നു രോഗം ഇല്ലെന്ന് പറഞ്ഞു.
ഈ കോവിഡ് വന്നപ്പോൾ മുതലേ ഒരു വർഷം കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നതാ മുഖ്യമന്ത്രി ഇരുന്ന് ഇതിനെ പറ്റി പറയുന്നത്. പുള്ളിക്കാരൻ തന്നെ പുള്ളി ഇഞ്ചക്ഷൻ എടുത്തില്ല. ഞാൻ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അതിനെ കമ്പയർ ചെയ്യുമല്ലോ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. 666 മുദ്ര ഏൽക്കാതെ ഒരു സാധനം പോലും കിട്ടാത്തൊരു കാലം വരാൻ പോവാ. എനിക്ക് തോന്നുന്നു അന്ന് ഏറ്റവും കൂടുതൽ 666 മുദ്രയ്ക്ക് നിൽക്കുന്നത് പെന്തിക്കോസിലെ പാസ്റ്റർമാരും വിശ്വാസിയായിരിക്കും. ഒരു മാറ്റവും. ഇത്രയും ജീവനോട് താല്പര്യമുണ്ടോ? എനിക്കല്ല ഇന്ന് സ്വർഗത്തിൽ പോയി ഇന്ന് ഈ ലോകത്തുനിന്ന് പോയ പോട്ടെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ. കാര്യം എന്തുവാ, എത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് മാറപ്പെടാൻ ആഗ്രഹിക്കുന്നു. വാക്സിൻ എന്ന് പറയുന്ന മുമ്പ് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പേ പോയി ചെന്ന് മുനിസിപ്പലിൽ പോയി തെള്ളി അവരുടെ അടുത്ത് കാല് പിടിച്ച് നേതാക്കന്മാരെ വിളിച്ച് എല്ലാം ബുക്ക് ചെയ്തിട്ടേക്കോ. ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. ഇതെല്ലാം പ്രസംഗിക്കുന്നതും ഇതെല്ലാം കേൾക്കുന്നതും ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. ദൈവം അറിയാ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാതെ മാറ്റുവാൻ. ദൈവം അറിയാതെ നമ്മളെ ദൈവത്തിനകത്ത് എന്ത് വരത്തില്ല, ഒന്നും വരത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനം കൂടിയെടുത്ത് ഈ രോഗം പരന്നുണ്ടോ? ഇപ്പൊ ഈ കുറെ നാളുകൾ കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ദൈവത്തെ ആരാധിക്കാൻ. അവിടെ ആരാധനയ്ക്ക് പോയത് കൊണ്ട് അല്ലെങ്കിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാ എനിക്ക് കോവിഡ് വന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് വന്ന എല്ലാവർക്കും അറിയാം. ഇലക്ഷൻ തുറന്നു വിട്ടതിന്റെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്ത്, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നിടത്ത് ലോകത്തിന്റെ ഒരു അന്ധകാര ശക്തികൾക്കും തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ തിരിച്ചറിയ പ്രിയ ദൈവത്തിലെ, എന്റെ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവൃത്തി, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് എന്റെ ജീവനുള്ള ശരീരത്തിനകത്ത്. ജീവനുള്ള പരിശുദ്ധാത്മാവ് എന്റെ ശരീരത്തിനകത്ത് വ്യാപരിക്കുമ്പോൾ എന്റെ ശരീരത്തിനകത്ത് ഒരു പൈശാചിക ശക്തികൾക്കും അല്ലെങ്കിൽ ലോകം ഭയപ്പെടുന്ന ഒരു പൈശാചിക ശക്തികൾക്കും എന്റെ ശരീരത്തെ തൊടുവാൻ കഴിയത്തില്ല. കാര്യം ഞാൻ ജീവനുള്ള ക്രിസ്തുവിന്റെ മന്ദിരമാ, ഞാൻ ജീവനുള്ള ക്രിസ്തുവിന്റെ ആലയമാ. ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാ. ഈ ആലയത്തിന്റെ ഓരോ അവയവങ്ങളിലും വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ഓരോ കാലത്തോളം ഒരു ശക്തിക്ക് എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് പകരം ദൈവത്തിന്റെ ദൂത് പറയുന്നത് ദൈവത്താൽ അസാധ്യമായ ഒന്നും ഇന്ന് പകരം എന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കത്തില്ല. ആമേൻ. സ്തോത്രം. ഇന്ന് കർത്താവ് ദൂത് പറഞ്ഞത്, ഇന്ന് പ്രാർത്ഥന തുടങ്ങിയപ്പോ മുതൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത്, ഇന്ന് നീ നിന്ദിക്കപ്പെടുന്നുണ്ടോ, ഇന്ന് നീ പരിഹാസമാവുന്നുണ്ടോ, ഇന്ന് നീ രോഗിയായിട്ടിരിക്കുന്നുണ്ടോ, ഇന്ന് നീ അപമാനപ്പെടുന്നുണ്ടോ, അതിനെ മാറ്റുവാൻ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകരം നീ അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ, ഹൃദയം കൊണ്ട് അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇന്ന് പകൽ അതിനകത്തുനിന്ന് മോചനത്തോട് പുറത്തു വരാൻ പോവാ. ഏത് വിഷയത്തില് നീ പരിഹാസപ്പെടുന്നത്, ഏത് വിഷയത്തില് നീ അപമാനപ്പെടുന്നത്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, യേശുവിന്റെ നാമത്തിൽ നിനക്ക് അതിനകത്ത് ജയം നൽകാൻ പോവുക. ഇന്ന് പകല് ഇരുന്ന് പ്രാർത്ഥിക്കോ ദൈവമക്കളെ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, അവയെ അപമാനപ്പെടുന്ന വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്ന് പല ചില മറുപടിയോട് ഏൽപ്പിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അപ്പൊ പിതാവേ, ഞാൻ ഇതിനകത്ത് തളർന്നു പോയിരിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നത് പകല് ആ യേശുവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുക. ദൈവം ഇന്ന് നമ്മളെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുന്നു. എന്റെ ഹൃദയത്തിലെ ഞെരുങ്ങിയ അവസ്ഥ മാറുന്നു. എന്റെ നിലവിളിക്കൊരു മറുപടി ഉണ്ട്, എന്റെ അപമാനങ്ങൾക്കൊരു മറുപടി ഉണ്ട്. എന്നെ നോക്കി യേശു പറയുന്നവരെ വേണ്ടി, എന്നെ നോക്കി അപമാനിക്കുന്നവരെ വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഏത് പകരം ഞാൻ ജയത്തോട് പുറത്തു വരാൻ പോവാ.
Yes. Hallelujah. Hallelujah. Praise the Lord. സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിന് ഇന്ന് ആരാധന മുതൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വിഷയം ഇതാ. എന്തുവാ? ഏത് വിഷയത്തിലാണ് നീ തളർന്നിരിക്കുന്നത്, അതിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയം പ്രാപിക്കും. അതിന് ഇതുവരെ എന്റെ ജീവിതത്തിൽ വന്നു വെച്ച ബലഹീനതകൾ, തെറ്റുകൾ, കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് സർവശക്തനായ ദൈവമേ, ഇന്ന് അങ്ങയുടെ പാദപീഠത്തിൽ ഞാൻ ഏറ്റുപറയുക. ഞാൻ മനുഷ്യരോടുള്ള യാചിക്കുന്നത് സകലത്തെ ഉണ്ടാക്കിയ, സകലത്തിന്റെ അധികാരമുള്ള, സകലത്തിന്റെ തെരഞ്ഞെടുപ്പിന് വിളിച്ച അമ്മയുടെ ഉത്തരത്തിൽ ഉരുവായപ്പോൾ എന്നെ പേർ ചൊല്ലി വിളിച്ച എന്റെ യേശുവിന്റെ പാദപീഠത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നത്. യേശു ഒപ്പിച്ച ഇന്ന് പകൽ എനിക്കൊരു മറുപടിയുണ്ട്. ഇന്ന് പൂർണ്ണ പിതാവ്, ഇന്ന് പൂർണ്ണ ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധമായി പറയുന്നു, പൂർണ്ണമായ പ്രകാരം വിശ്വസിക്കുന്ന ദൈവ ജനത്തിലാണ് ദൈവത്തിന്റെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, 666 മുദ്രയൊന്നും ഏർക്കല്ലേ, അതൊന്നും ദൈവമക്കൾക്കുള്ളതല്ല. 2021 വർഷത്തിന് മുമ്പേ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമികളെ മുദ്ര ഏറ്റവനെ എന്തെങ്കിലും ലഭിക്കത്തുള്ളൂ. ഞാൻ പട്ടിണി കിടന്നാലും, പ്രതികൂലം വന്നാലും, പ്രയാസം വന്നാലും ഞാൻ ഒരിക്കലും ആ മുദ്ര ഏൽക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവജനം ഇനി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നു, അത് ഏൽക്കാനും കുറെ പേര് ചെയ്യും. സ്തോത്രം. കാര്യം എന്തുവാ? സ്തോത്രം. നിസ്സാരമായ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ഇത്രയും പേടിയാണെങ്കിൽ, സ്വന്തം ഓരോരുത്തർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ മറുപടി പറയാറില്ല. മറുപടി പറയാൻ പരിപാടി നിന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചിരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇവര് പറയുന്നത് എന്തുവാ? ഗവൺമെന്റ് പറയുന്നതാണ്, ഓർഡറാണ്, ഇതിന് വലിയ ഓർഡറാണ് വരാൻ പോകുന്നത്. ഇതെല്ലാം സാമ്പിൾ വെടിക്കട്ടാ, ഇതിന്റെ വലിയ സാധനം വരുന്നുണ്ട്. അന്ന് നിങ്ങൾ എന്തോ പറയും? അന്നാ പോയി അങ്ങ് എടുത്തു. സ്തോത്രം. മിണ്ടാതെ പോയി എടുക്ക് അല്ല, അതിനെ ന്യായീകരിച്ച് പറയുന്നു. ന്യായീകരിച്ച് പറയല്ല ദൈവമക്കൾ. ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. ചിലവർ ദൈവത്തിന്റെ പരിശുദ്ധമായ ദൈവത്തെ മുറുകി പിടിച്ച് അവരാരോടും മത്സരിക്കുമല്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പല വ്യാധികൾ നീ വരുമ്പോൾ ഞെട്ടിപ്പോകും, പേടിച്ചു പോകും. സ്തോത്രം. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ദിവസം നിലപ്പം ഒരാൾ എന്നെ കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. ഒരാള് കാലിങ്ങനെ വികലാംഗനായിട്ട് നടന്നു വരും. ഒരാൾ എടുത്തു പോയി എന്റെ അടുത്ത് പറഞ്ഞ്, പുള്ളി എങ്ങനെ വികലാംഗനായെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ എടുത്തു പോയി പറഞ്ഞ്, പോളിയോ എടുത്തപ്പോൾ വന്നേ. ആ കൊച്ചി ജനിച്ചപ്പോ ഒരു കുഴപ്പമില്ല, ആ പോളിയോ എടുത്തപ്പോഴാണ്. അന്ന് ചില പോളിയോ എടുക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? വരാതിരിക്കാൻ പറ്റും. സ്തോത്രം. അതേപോലെ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 2000 രൂപ മന്ദബുദ്ധിയാവാതിരിക്കാൻ പറ്റും. മന്ദബുദ്ധിയാവാതിരിക്കാൻ. ഞാൻ മൂത്ത മോൻ ജനിച്ചു. ഞാൻ അധികം സ്പിരിച്വലൊന്നും അല്ല. ഞാനും ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടും അല്ലെങ്കിൽ സ്തോത്രം ഇങ്ങനെ കേട്ടെല്ലാം പോകുന്ന ഒരാളാണ്. അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അത് കുറെ പഠിച്ചാ, പക്ഷെ എങ്കിലും എനിക്കിന്നില്ല അത്രയ്ക്ക് വെളിപ്പാടുകളൊന്നും എനിക്ക് വെളിപ്പെട്ടില്ല. ഞാന് സ്തോത്രം നമുക്കറിയാവുന്ന കുട്ടികളുടെ മെയിനായിട്ട് നിൽക്കുന്ന ഒരു ഡോക്ടറുടെ അടുത്ത് വന്നു, ഡോക്ടറെ ആ ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? മോനല്ലേ, ആദ്യത്തെ മോനല്ലേ. ആദ്യത്തെ മോന്റെ കെയർ ഒന്നും രണ്ടാമത്തോട് കാണിക്കത്തില്ല. ആദ്യത്തെ നമ്മൾ സ്പെഷ്യൽ കെയർ ഉണ്ട്. നമ്മളെന്ത് ചെയ്തു? എടുക്കട്ടെ. ആ ഡോക്ടറിന്റെ അടുത്ത്, ചെറുപ്പക്കാരനാണ്, ഡോക്ടറിന്റെ അടുത്ത് വെച്ചു, എടുക്കണമെങ്കിൽ എന്നാൽ ഞാൻ എഴുതി തരാം, പോയി മേടിച്ചു പോകും. ഇപ്പൊ എന്താ ആ ഡോസ് എടുത്ത് തരാം, ഞാൻ തന്നെ എടുത്തുതരാം. മെഡിസിൻ വെളിയിലേക്ക് ഇട്ടതോട് മേടിച്ചു പോകും. എന്റെ മക്കൾക്ക് ഞാൻ എടുത്തില്ല. പുള്ളിക്കാരുടെ മക്കളും എന്റെ മക്കളോട്ടെല്ലാം സെയിം, ഒന്നിക്കൂടെ 2-3 വയസ്സിന്റെ വ്യത്യാസം കാണും. പുള്ളിക്കാരൻ എന്റെ അടുത്ത് എന്റെ മക്കൾക്ക് എടുത്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മളല്ല എടുത്തിട്ടാണോ ഈ നിൽക്കുന്നത്? ഡോക്ടറാ പുള്ളി അതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് അതിന്റെ സ്തോത്രം എന്തുവാ, ഒരുപാട് അല്ലാത്ത വാക്കുകളും പുള്ളി കേട്ടിട്ടുള്ള. പുള്ളി പറഞ്ഞു, എന്താ കേട്ടാലും എന്റെ മക്കൾക്ക് എടുത്തിട്ടില്ല, എടുക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് എടുക്കണ്ട. അപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ എപ്പോഴും തീരും
അന്ന് ദൈവത്തെ ആശ്രയിക്കുന്നില്ല, അന്ന് ലോകത്തെ ആശ്രയിക്കുന്നു. പ്രിയ മക്കളെ, മന്ദോത്തി ആവാൻ ഇത് എടുത്താലും എടുത്തില്ലെങ്കിലും ആവാനല്ല ഒരു നിമിഷം മതി. തലകളെ ഒരു റേലെ ഒന്ന് അടിച്ചു പോയാൽ മതി, സ്വഭാവമെല്ലാം മാറാൻ. നീ എത്ര വലിയ പഠിച്ചവനാന്ന് പറഞ്ഞാലും, എത്ര കഴിവുള്ളവനാന്ന് പറഞ്ഞാലും, അമേ സ്തോത്രം, എത്രയൊക്കെ ബന്ധമാണെന്ന് പറഞ്ഞാലും ഒറ്റ നിമിഷം മതി ഇതൊന്ന് മാറിപ്പോവാൻ. സ്തോത്രം, മാറിപ്പോവാൻ. ഇതിനകത്തൊന്നും അഹങ്കരിച്ചിട്ടൊരു കാര്യമില്ല. ഇതിനകത്തൊന്നും വരുന്ന കഴിവൊന്നും കണ്ട് അഹങ്കരിച്ചിട്ടൊരു കാര്യമില്ല. ഒറ്റ നിമിഷം മതി. സ്തോത്രം. അത് എടുത്ത പിള്ളേരും ഉണ്ട്, എടുക്കാത്ത പിള്ളേരും ഉണ്ട്. എന്തുവാ? ദൈവം തന്ന തലമുറയാണെങ്കിൽ, ഇന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അതേ പറയും. ദൈവം നിനക്ക് തന്ന തലമുറയാണെങ്കിൽ അത് ആരോഗ്യം ബലത്തോടും ദൈവത്തിന്റെ കൃപയോടും ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള തലമുറയാണ്. ആ തലമുറ ഇതൊന്നും ബാധിക്കത്തില്ല. ഇന്ന് ഞാൻ പറയും, ഇന്ന് എന്റെ വിശ്വാസത്തിൽ ഞാൻ ദൈവത്തെ കണ്ട ഇറങ്ങിയത്, ദൈവത്തെ മാത്രം അനുഭവിക്കുന്നത് ഇന്ന് എനിക്ക് പറയാൻ പറ്റും. 3 കുഞ്ഞുങ്ങൾക്കും എടുത്തിട്ടില്ല, എടുക്കാൻ ആരനുവദിച്ചില്ല? കർത്താവ് അനുവദിച്ചിട്ടില്ല. അത് എടുത്തായിരുന്നെങ്കിൽ എനിക്കിന്ന് പ്രസംഗിക്കാനും പറ്റത്തില്ല. സ്തോത്രം. അത് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്കിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളോട് ശക്തമായിട്ട് പറയാൻ പറ്റുന്നത്, ഇതൊന്നും കണ്ട് ഭയപ്പെടല്ലേ. എന്റെ ശരീരത്തിന്റെ ഓരോ നാഡി നരമ്പും ഉണ്ടാക്കിയിരിക്കുന്നത് കർത്താവായ യേശു. യേശു അറിയാതെ എന്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കരുത്. സ്തോത്രം. ഞാൻ എടുത്തവരെയും കുറ്റം പറയല്ല, എടുക്കാത്തവരെയും കുറ്റം പറയല്ല. ഞാൻ പറയുക, എന്റെ വിശ്വാസം ഞാൻ പറയുക, ദൈവം അറിയാതെ ആർക്ക് സംഭവിക്കത്തില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനും ആർക്കറിയാം? ദൈവത്തിനാണ്. ഞാൻ കൊറോണ പിടിച്ചോ, അല്ലെങ്കിൽ എയ്ഡ്സ് പിടിച്ചോ, അല്ലെങ്കിൽ ക്യാൻസർ വന്നോ, ഇവിടുന്ന് മരിക്കുന്നതല്ല എന്റെ വിഷയം. എന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് എവിടെ പോകുന്നതാ എന്റെ വിഷയം. ഞാൻ ആക്സിഡന്റ് വലിക്കുന്നതോ ഇതൊന്നും അല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്തുവാ? എന്റെ ഉള്ളിൽ ഊതിയൊരു സാധനം എങ്ങോട്ടാ പോകുന്ന വിഷയം. സ്തോത്രം. ചിലര് കല്യാണം നടത്തുമ്പോഴും പറയാറില്ലയോ, അതുപോലെ മരണം നടത്തുമ്പോഴും, ഓ സ്തോത്രം, അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ അല്ലെങ്കിൽ അതിന്റെ ചീഫ് പാസ്റ്ററിനെ എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് നിർത്തിയിട്ട്, അല്ലെങ്കിൽ കല്യാണം അമ്മകാല പെണ്ണ് ചിറക്കൻ നിൽക്കും, അമ്മകാല ഇടയ്ക്ക് ഒരു തൊപ്പിയെല്ലാം ഇട്ട് ഒരാൾ വഴിയും പിടിച്ചോണ്ട് നിൽക്കും. മനോരമയ്ക്കകത്ത് ഫോട്ടോ എല്ലാം കാണുന്നില്ല, തിരുമേനിയെല്ലാം വന്ന് നടത്തിയ കല്യാണം. ആര് നടത്തിയാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നടന്നതാണെങ്കിൽ അവരുടെ കുടുംബജീവിതം അനുഗ്രഹം, അല്ലെങ്കിൽ കുടുംബ കോടതിയുടെ ഫ്രണ്ടിൽ പോയിരിക്കും. ഇവരും നടത്തിയ കല്യാണം ഒന്നും പോയിട്ടില്ല. ആര് നടത്താതെ രജിസ്ട്രർമാരെ ചെയ്ത് കുടുംബജീവിതം ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. ദൈവം ഒന്നിപ്പിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? അവർ വേർതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ദൈവം ഒന്നിപ്പിച്ചാണെങ്കിൽ മനുഷ്യന് വേർതിരിപ്പിക്കാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവമാണ്. ഞാൻ 100% ഉറപ്പിച്ച് പറയാം, ഇനി എന്തൊക്കെ പാര പണിഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ പരിപാടി ചെയ്തെന്ന് പറഞ്ഞാലും വേർതിരിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവം ഒന്നിപ്പിച്ചാണ്. ചിലത് അടിച്ച് പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്നതാണ്, കുറച്ചു കഴിയുമ്പോൾ ഒന്നിക്കുന്നതാണ്. കാര്യം എന്തുവാ? പിരിയാൻ പറ്റത്തില്ല. ആരൊന്നിപ്പിച്ചതോ? ദൈവം ഒന്നിപ്പിച്ചത്. ദൈവം ഒന്നിപ്പിക്കാത്തതാണെങ്കിൽ എന്ത് ചെയ്യും? പിരി. ഹിന്ദുസ് പറയാറാണെങ്കിൽ അവരുടെ നാൾ നോക്കും, പൊരുത്തം നോക്കും, എല്ലാം നോക്കിയിട്ടും എന്ത് ചെയ്യുന്നില്ല, നോക്കിയിട്ട് നടത്തും. എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ആ കൊച്ചിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നാളെല്ലാം ഞാനങ്ങ് തിരുത്തി, വീട്ടുകാർ സമ്മതിക്കട്ടെ. കാര്യം എന്തുവാ? ഒന്നും അന്തസ്സായിട്ട് ജീവിക്കുന്നു. അവൻ എപ്പോഴും എന്റെ അടുത്ത് വന്നു, ഇതെല്ലാം കള്ളവന്നു. അവൻ പറയാ, എന്റെ കുടുംബജീവിതം തകർന്നാലും ഞാൻ പറഞ്ഞേനെ ഇത് ശരിയാണ്, പക്ഷെ എന്റെ കുടുംബജീവിതത്തിൽ ഇതുവരെ ഒരു കുഴപ്പമില്ല. 10-30 വർഷം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥമുണ്ടോ? പൊരുത്തം നോക്കാനല്ല, ഒരു ദിവസം വേർതിരിച്ച് പുള്ളിയുടെ സമയം കണ്ട് പുള്ളിക്കുള്ളതെല്ലാം കൊടുത്ത്, പൊരുത്തം ഒന്നും ശരിയായില്ലെങ്കിൽ
കുറെ കർമ്മം പറയാം, അതൊക്കെ ചെയ്താൽ മതി. എന്തോ കർമ്മമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഒരു കാര്യം ഞാൻ സത്യം പറയാം, ദൈവം ഒന്നിപ്പിച്ചതാണെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേർതിരിപ്പിക്കുവാൻ കഴിയത്തില്ല. അവിടെ പാസ്റ്റർ സ്റ്റേജിൽ നിന്നുകൊണ്ട് 10,000 പാസ്റ്റർമാരെ കൈവച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ഏതെങ്കിലും ആദാമെ ഹവ്വയെ ഒന്നിപ്പിച്ച കർത്താവ് ഇറങ്ങി വന്ന് ഒന്നിപ്പിച്ചാണെങ്കിൽ അത് ഏത് ജാതി പ്രകാരം നടക്കട്ടെ, ദൈവം ഒന്നിപ്പിച്ചാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, മാറിപ്പോത്തില്ല. ദൈവം ഒന്നിപ്പിക്കാത്തതിനെ ഒന്നിപ്പിക്കാൻ നിന്നാൽ അത് മാറിപ്പോ. അപ്പൊ എനിക്ക് തന്ന കുടുംബജീവിതം ആര് തന്നേ? ദൈവം തന്നു. എനിക്ക് എന്റെ ഭാര്യയെ തന്നു, എന്റെ മക്കളെ തന്നു. ഇതെന്റെ ദൈവം തന്നേന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുവെങ്കിൽ എന്റെ ഭാര്യ എനിക്ക് സ്നേഹിക്കാൻ പറ്റും, എന്റെ മക്കളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും, അവർ എന്നോടൊപ്പം നിൽക്കും. അതല്ല ഇത് എന്റെ കഴിവുകൊണ്ട് കിട്ടിയതാന്ന് പറഞ്ഞാൽ എന്ത് കിട്ടില്ല. എന്നും നിനക്ക് തലവേദനയായിരിക്കും നിന്റെ ഭാര്യ, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ. എപ്പോഴും പ്രിയ ദൈവമക്കളെ, എനിക്കൊരു കുടുംബജീവൻ തന്നത് കർത്താവാണെന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മുതൽ ദൈവത്തിന്റെ കരം നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടാവും. ആ കരമുള്ള കുടുംബത്തിനകത്ത് ഒരു ശത്രു കയറി സ്വരച്ചേർച്ച ഉണ്ടാക്കത്തില്ല, അതിലേക്ക് ഒരു പിശാചിന് നിൽക്കാനും പറ്റത്തില്ല. കാര്യം അത് ദൈവത്തിന്റെ ഭവനമാണ്. കാര്യം എന്റെ ഭവനത്തിന്റെ നായകൻ ആരാ? ഞാൻ പല ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, ബന്ധുക്കൂസുകാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് വേണ്ടി ഈ വീടിന്റെ നായകൻ ക്രിസ്തുവാണ്. സ്തോത്രം. ഒരു നിമിഷം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ വീടിന്റെ നായകൻ ക്രിസ്തു അല്ല, ലൂസിഫറാണ്. നമ്മുടെ ഭവനത്തിന്റെ നായകൻ അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, പുറമെ വെള്ളം എന്ന് വെച്ചിട്ട് കാര്യമില്ല. അകത്ത് ഓക്കെ ആണെങ്കിൽ പുറത്ത് നീ ഓക്കെ ആവും. പുതിയ തലമുറ ന്യൂ ജനറേഷൻ സഭ പഠിപ്പിക്കാറുണ്ട്, ഡ്രസ്സിനകത്തൊന്നും അല്ല കാര്യമുണ്ട്. പ്രിയ ദൈവമേ, നിന്റെ ഉള്ളത്തിനകത്ത് പരിശുദ്ധാത്മാവ് കയറി കഴിഞ്ഞാൽ ലോകത്തിന്റെ കോമാളിയാവാൻ നീ ആഗ്രഹിക്കത്തില്ല. നീ നിന്റെ ഡ്രസ് മാറും, നിന്റെ രൂപം മാറും, നിന്റെ ഭാവം മാറും. അത് ആരെ മാറ്റിയത്? പരിശുദ്ധാത്മാവാണ്. അത് പരിശുദ്ധാത്മാവ് മാറ്റിയ പാരമ്പര്യ സഭ പറയും, അയ്യോ വിശുദ്ധി വസ്ത്രത്തിലല്ല, വിശുദ്ധി വേണ്ടത് എവിടെ? ഹൃദയത്തിനകത്ത്. വിശുദ്ധി വസ്ത്രത്തിനകത്തല്ല, ക്രിസ്തുവിൽ വേണ്ട എവിടെ? ഹൃദയത്തിനകത്ത്. യഥാർത്ഥ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തിനകത്തുണ്ടെങ്കിൽ വസ്ത്രവും വിശുദ്ധിയുള്ളതാവും. നീ ഫ്രഞ്ച് നാടിയും വെച്ചോണ്ട്, അല്ലെങ്കിൽ ഇവിടെ വടിച്ച് ഇവിടെ മാത്രം 2 കൂടെ വെച്ചോണ്ടൊന്നും നീ ഇരിക്കത്തില്ല. നിനക്ക് മനസ്സിലാവും, ലജ്ജ തോന്നും. കാര്യം പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ ഉള്ളപ്പോൾ നിനക്ക് ലജ്ജ തോന്നും. നിനക്ക് മനസ്സിലാവും, ഇത് ലോകത്തിലെ തലമുറകൾ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതല്ല ഞാൻ ഉപയോഗിക്കേണ്ടത്. അകത്തിരിക്കുന്ന വിശുദ്ധി പുറത്തും വേണം. ന്യൂ ജനറേഷൻ സഭ പറയുന്നുണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല. പാരമ്പര്യക്കാർ പറയുന്നത് ഇത് വിഷയമാണ്. ഇത് മാറേണ്ട ആരാ? സ്നാനപ്പെടുത്തുന്ന മുമ്പേ കുറച്ച് സ്വർണ്ണം എല്ലാം വലിച്ചങ്ങോട്ട് ഊരി കളഞ്ഞിട്ട് സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞ് നന്നാവൂ? ബൈബിൾ എവിടെ എഴുതി വെച്ചേക്കുന്നത്? സ്വർണ്ണം ഊരുന്നത് എന്തിനു വേണ്ടിയാ? എനിക്കൊരു വ്യത്യസ്തമായ ഒരു ജീവിതം ഉണ്ടാവണം. എന്നെ ഒരാൾ കാണുമ്പോൾ എന്റെ രൂപത്തിലും ഭാവത്തിലും ഒരു വ്യത്യസ്ത ജീവിതം ഉണ്ടാവണം. അപ്പോഴാണ് ഇത് ഊരേണ്ടത്. അത് ആര് കയറുമ്പോഴാ? നമ്മുടെ ജീവിതത്തിനകത്ത് സ്വഭാവം മാറ്റുന്ന ആരാ? 2 പേരുണ്ട് സ്വഭാവം മാറ്റുന്നത്. 2 പേരുണ്ട് സ്വഭാവം മാറ്റുന്നത്. ആരാ? പരിശുദ്ധാത്മാവും പിശാചും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, തീരുമാനമെടുക്കണം നിങ്ങളാ. ദൈവത്തിന്റെ ആത്മാവ് അതിനകത്ത് കയറുന്നില്ല. അതെങ്ങനെ പാസ്റ്റർ തീരുമാനം എടുക്കും? പഴയ നിയമത്തിൽ തന്നെ വാ. കർത്താവ് മനുഷ്യനെ ഉണ്ടാക്കി, ആദാമിനെ ഹവ്വയെ ഉണ്ടാക്കി. ദൈവം സകല അധികാരം അവർക്കാ കൊടുത്തേ.
ദൈവം ഉണ്ടാക്കിയതിന്മേലുള്ള അധികാരം വരെ ആർക്കാ കൊടുത്തേ? അവർക്ക് കൊടുത്തേ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഉണ്ടാക്കിയ സകലതും അവന്റെ മുന്നിൽ കൂടെ പോയി അവൻ സകലതിനും പേരിട്ടു. അതതിന് പേരായി തീർന്നു. അതല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ സിംഹത്തെ ഉണ്ടാക്കി, യഹോവ ദൈവം പറയും, ഞാൻ സിംഹത്തെ ഉണ്ടാക്കി, അതുകൊണ്ട് അതിനെ ഇനി എന്ത് ചെയ്താൽ മതി? സിംഹം ഒന്ന് വിളിച്ചാൽ മതി എന്ന് കർത്താവ് പറഞ്ഞോ? കർത്താവ് ആരൊക്കെ കൊടുത്തേ അതിനുള്ള അധികാരം? കാര്യം എന്തുവാ? ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. സിംഹത്തെ ഉണ്ടാക്കിയപ്പോ ദൈവത്തിന്റെ സ്വരൂപത്തിലല്ല സിംഹത്തെ ഉണ്ടാക്കിയത്. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോഴാ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയത്. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോഴാ ദൈവം പൊടിയെടുത്തത്. പൊടിയിൽ ദൈവത്തിന്റെ രൂപത്തിൽ, ഒരു മനുഷ്യ രൂപത്തിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേവിയായി തീർന്നു. ഇല്ലയോ? സിംഹത്തെ ഉണ്ടാക്കിയപ്പോൾ കർത്താവ് പൊടിയെല്ലാം ഉണ്ടാക്കി, കുറെ മാംസം ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കി. സിംഹം ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഒരു പൂർണ്ണ വയസ്സുള്ള സിംഹം ദാ ഉണ്ടായി. കുഞ്ഞല്ല ഉണ്ടായത്, വലുതാ ഉണ്ടായത്. ആ മരം വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആപ്പിളിന്റെ മരം വന്നു. ആപ്പിള് കൊച്ചി തയ്യാട്ട് കുറച്ച് നാൾ വെള്ളം ഒഴിച്ച് കളിച്ച് അങ്ങനെയൊന്നുമല്ല വന്നത്. പൂർണ്ണതയോട്. അതുപോലെ മനുഷ്യനെ ഉണ്ടാക്കിയതും പൂർണ്ണതയോടാണ്, പൂർണ്ണ ആരോഗ്യത്തോടും ബലത്തോടും. ഒരു സ്ത്രീക്ക് പുരുഷനാകുവാൻ കഴിവുള്ളവനായിട്ടാണ് ആരുണ്ടാക്കിയത്? മനുഷ്യനെ ഉണ്ടാക്കിയത്. ഇല്ലയോ? അത് കഴിഞ്ഞിട്ട് കർത്താവ് ഒരു വൃക്ഷഫലമോട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, അതിലെന്തിയല്ലേ തൊടുകയോ നോക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യണ്ടേ? അപ്പോൾ അവര് മൈൻഡ് അവര് ഫ്രീ ആക്കി കൊടുത്തില്ലേ? തൊടാനും ഭക്ഷിക്കാനും ഉള്ള അധികാരമുണ്ട്, പക്ഷെ തൊടുകയും ഭക്ഷിക്കുകയും ചെയ്യരുത്. ആ നാളിൽ നീ മരിക്കും. അല്ലെങ്കിൽ കർത്താവ് ആ കൃപയെല്ലാം നടത്തുള്ളൂ. ആ മരം വേണ്ടായിരുന്നല്ലോ, ആ മരമേ വേണ്ടായിരുന്നല്ലോ. എന്തുവാ? അവന് സ്വയം തീരുമാനം എടുക്കാനുള്ള കഴിവ് ആര് കൊടുത്തു? ദൈവം കൊടുത്തു. ഈ സ്നാനപ്പെടുന്നത് അതുപോലെ സ്വയം തീരുമാനം എടുക്കണം. അപ്പനും അമ്മയും പിടിച്ച് സ്നാനപ്പെടുത്തുന്നവന്റെ കാര്യം പോക്ക. സ്വതം TPM ചെറുപ്പക്കാർ പിള്ളേർ ഒരു വട്ടം സാക്ഷ്യം പറയും. എപ്പോഴാ സ്നാനപ്പെടുന്നെങ്കിൽ സാക്ഷ്യം പറയാൻ സ്നാനപ്പെടുത്തില്ല മൂപ്പൻ. ഒരു വട്ടോടും പറയും. എപ്പോഴാ? കല്യാണം കഴിക്കണമെങ്കിൽ പറഞ്ഞേ പറ്റൂ. സ്നാനപ്പെടുമ്പോഴേ ബാക്കി ഇരുന്ന പിള്ളേര് കമന്റ് അടിക്കാൻ തുടങ്ങും, കല്യാണം അടുത്തിട്ടുണ്ട്, അതിനുവേണ്ടി അവർ സ്നാനപ്പെട്ടേക്കുന്നത്. സ്നാനപ്പെടാതെ കല്യാണം നടത്തി കൊടുക്കത്തില്ല. അതവൻ സ്വയമേ സ്നാനപ്പെടുന്നതല്ല. സ്നാനം എന്ന് പറഞ്ഞ എന്തുവാ? അതാ ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്ന, തിരിച്ചറിയാനുള്ള ബുദ്ധി. നമ്മൾ തന്നെ പറയാറില്ലേ, നമുക്ക് തിരിച്ചറിയാനുള്ള. യെസ്, ഏത് വേണം ഏത് വേണ്ടാന്ന് തീരുമാനിക്കുന്ന ആരാ? നമ്മൾ ദൈവത്തിന്റെ പൈതലാവണോ പിശാചിന്റെ പൈതലാവണോ? യോശുവയുടെ കർത്താവ് എന്ത് പറഞ്ഞേ? നീ ഉറപ്പും ധൈര്യമുള്ളവനാവി. അല്ല നീ അന്നാ ഉറപ്പുള്ള ധൈര്യമുള്ളവനാവട്ടെന്നല്ല പറഞ്ഞേ. എന്ത് പറഞ്ഞേ? നീ വിശ്വസിക്കുന്ന യഹോവ ദൈവം ദൈവമാണെന്നും ഈ ദൈവത്തിന് അപ്പുറത്ത് മറ്റൊന്നുമില്ലെന്നും ഈ ദൂതിനപ്പുറത്ത് മറ്റൊന്നുമില്ലെന്നും അറിയണമെങ്കിൽ നിനക്ക് ഉറപ്പും ധൈര്യം വേണം. ആരെങ്കിലും പറഞ്ഞ നിമിഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലപ്പെടുന്നവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മളെ കളിയാക്കിയ, അയ്യോ എന്നെ കളിയാക്കിയല്ലോ എന്ന് പറയുന്നതിനെ ആർക്ക് വേണ്ട? കളിയാക്കുമ്പോൾ മനസ്സിനകത്ത് വേദനിക്കും. കളിയാക്കുന്നത് വലിയ സുഖമുള്ളതൊന്നുമല്ല കേൾക്കുന്നത്, വേദനിക്കും, ഭാരപ്പെടുക. പക്ഷെ എങ്കിലും നമ്മൾ ബലപ്പെട്ടോണം. എന്ത് കാര്യം? എന്തുവാ? ഈ കളിയാക്കിയവർ തന്നെ നാളെ ഈ വേദോത്സവം എടുക്കും. അല്ലെങ്കിൽ ഈ കളിയാക്കിയവരുടെ പെണ്ണിൽ ദൈവം എന്നെ ഉയർത്തും. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ആര് അനുഗ്രഹിക്കും? അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും. സ്വതം. അപ്പൊ തെരഞ്ഞെടുക്കുവാനുള്ള ബുദ്ധി ആർക്ക് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ വേണോ പൈശാചിക ശക്തിയെ വേണോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വസിക്കണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എനിക്ക് അങ്ങ് മതി, എനിക്കതിനുള്ള കൃപ തരണേ, എപ്പോഴും കൃപ തരണേ. കാര്യം എന്തുവാ?
ഞാൻ പാപം ചെയ്യുമ്പോൾ എന്റെ ഉള്ളത്തിനകത്ത് എന്ത് ചെയ്യണം? പാപം ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ഉള്ളത്തിനകത്ത് ആര് പ്രവർത്തിക്കണം? ദൈവാത്മാവ് പ്രവർത്തിക്കണം. പ്രവർത്തിക്കുമ്പോഴെന്ത് ചെയ്യും? അത് നമുക്ക് ചോദിക്കാം. ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. അപ്പോഴേ നമ്മൾ ഉല്ലസന മുന്നോട്ട് വെക്കുന്ന കാര്യം നമ്മൾ പിന്നിലോട്ട് വെക്കുക. കാര്യം എന്തുവാ? നമ്മൾ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങും. സ്തോത്രം. നീ തെറ്റ് ചെയ്യല്ലേ. തെറ്റ് ചെയ്താൽ ആര് വിട്ടുപോകും? ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോകും. അതല്ലാതെ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെ. പാപം ചെയ്യണോ, നേർവഴിക്ക് പോകണോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇനി വെളിപ്പെടണമോ? അതുപോലെ തന്നെ സ്തോത്രമാലിലെ ദൈവത്തിന് ഒരു കാര്യമുണ്ട്. നമ്മളാണ് ആരെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ആരെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കൊടുക്കുന്ന സാക്ഷിയാണ് നമ്മൾ. ഞാൻ ഇന്നത് ചെയ്യത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആ വ്യവസ്ഥയിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ദൈവമായിട്ടുള്ള വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ജീവനുള്ള സാക്ഷിയായി തീരേണ്ട ആരാണ്? നമ്മളാ. സ്തോത്രം. ഒരു ഡൗട്ട് വെച്ചാൽ ഒരു ഡൗട്ട് ഞാൻ പറയാം. ഒരു വിഗ്രഹാർപ്പത ഇപ്പം കൊടുക്കുന്നു. ഞാൻ ഭക്ഷിക്കത്തില്ലെന്ന് എന്ത് ചെയ്യണം? അവരെ മനസ്സിലാക്കി കൊടുക്കണം. ചിലവർ പറയും, അയ്യോ അവരെ പിണക്കണ്ട, ഇവിടുന്ന് മേടിച്ചിട്ട് ഞാൻ കഴിക്കണ്ട, മറ്റവരെ കൊണ്ട് കൊടുത്താൽ ഈ രണ്ട് പാവം നിന്റെ തലയിൽ വന്നു. ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. ഒരുത്തനെ കുത്താൻ അങ്ങോട്ട് കത്തി വെച്ചിട്ട് ഞാൻ കൈവച്ചേ ഉള്ളൂ, വേറെ ആൾ വന്ന് എന്നെ ഞെക്കിയതാ. പിച്ചാത്തിയുടെ പിടിയില് കൈരേഖ ആറയാ? നിന്റെയാണോ? നേരത്തെ ഞെക്കിയോ പിടിച്ചോ ഒന്നുമല്ല, ആറയാ? നീയാ പുതിയത്. വിഗ്രഹാർപ്പത കിട്ടിയാൽ പറയാനുള്ള ചങ്കുറ്റം ആദ്യം വേണം. എന്തുവാ? ഞാനിത് ഭക്ഷിക്കുന്നില്ല. അപ്പോഴവരുടെ നാമം അവിടെ ഉയർന്നേ. അവിടെ വിരോധമല്ല വിഷയം. സ്തോത്രം. അവിടെ ആരുടെ നാമം ഉയർന്നേ? ദൈവത്തിന്റെ നാമം ഉയർന്നു. നിങ്ങൾ 2 വട്ടം ചെയ്യട്ടെ, 3ാമത്തെ വട്ടം പുള്ളിക്കാരൻ വരത്തില്ല. പുള്ളിക്കാരൻ വരുമ്പോഴേ പറയും, അങ്ങോട്ട് പോകണ്ട, അവരത് ഭക്ഷിക്കത്തില്ല. നമ്മളെ വിശ്വാസമോ? സ്തോത്രം. നമ്മളെ വിശ്വാസം. ഒരു മുസ്ലിം നോയമ്പിരിക്കുക, അവനെ കൊണ്ട് ഒരു വെള്ളം കുടിപ്പിക്കാമോ? അവന് എത്ര ലാഭമുള്ളതെന്ന് ഞാൻ മുഖത്തൊക്കെ പറയും, ഞാൻ നോയമ്പിലായിരിക്കുന്നത് പറഞ്ഞു. പക്ഷെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നമ്മളാണ് പലപ്പോഴും അവർക്ക് വല്ലതും തോന്നല്ലേ, അതുകൊണ്ട് ഞാൻ തൊട്ടില്ല, അവിടെ വെച്ചേക്കാനാ പറഞ്ഞത്. അവിടെ വെക്കാൻ പറഞ്ഞോ, നീ തൊട്ടത് തുല്യമാണ്. അതിലും നല്ല തിന്നുന്നേ. സ്തോത്രം. തൊടല്ലേ. കർത്താവ് പറഞ്ഞാൽ അത് ചെയ്യുമോ? അപ്പോഴാ ജീവനുള്ള സാക്ഷിയുടെ മഹത്വം തീരുന്നേ. ഞങ്ങൾ ചെയ്ത ഒരുപാട് വിരോധവും ഒരുപാട് ശത്രുക്കളെല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരെല്ലാം മിത്രന്മാർ. അവർക്കറിയാം ഇത് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവര് പറയും, ഇന്ന ആൾക്കാർ ഇത് കഴിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ്മയെ കണ്ടു. അമ്മ പറഞ്ഞു, ആ അമ്മമ്മയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവര് അവിടെ വിഷു ഒരുക്കുന്നുണ്ട്. അമ്മാവയ്ക്ക് ഭയങ്കര സന്തോഷം. എന്തോ പായസം അല്ലെങ്കിൽ വരുമല്ലോ. എന്തോ വിശ്വാസിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അമ്മമ്മ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയുന്നത്, പെട്ടെന്ന് അമ്മമ്മ അത് മിഴുങ്ങി. കാര്യം എന്തുവാ? ഞാൻ മറുപടി കൊടുക്കുന്ന അമ്മമ്മയ്ക്ക് അറിയാം. സ്തോത്രം. ഞാനങ്ങ് ചിരിച്ചപ്പോഴേ അമ്മമ്മയ്ക്ക് മനസ്സിലായി ഇത് വേറെ രീതി വരാൻ പോവാ. ആ വ്യക്തികൾ തന്നെ അവർക്ക് വ്യക്തിപരമായി എന്നെ അറിയാം, എന്നെ വിളിക്കത്തില്ല. കാര്യം എന്തോന്നറിയാം? അവർക്കറിയാം നമ്മൾ അതിനകത്ത് കൂടത്തില്ല. കാര്യം എന്തുവാ? അല്പനേരത്തെ ആഹാരം അല്ലെങ്കിൽ അല്പനേരത്തെ സമ്പത്ത്, അല്പനേരത്തെ സന്തോഷത്തിന് അല്ല ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ശാശ്വതമായ ഒരു വിടുതലിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അത് തന്നിരിക്കുന്നത് ആരാണ്? കർത്താവായ യേശു. ഞാൻ ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷിയാണ്. അല്പനേര സുഖത്തിന് വേണ്ടിയോ സന്തോഷത്തിന് വേണ്ടിയോ എന്റെ ദൈവത്തെ മാറ്റി നിർത്താനല്ല ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്റെ ദൈവത്തെ ഉയർത്താനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ജീവനോട് ഇരിക്കുന്നതിന്റെ കാര്യമേ ആ ദൈവത്തെ തെരഞ്ഞെടുത്തത് കൊണ്ട്. ഓരോ ദൈവമക്കളും ഓർക്കണം, ദൈവമക്കൾ ജീവിക്കുന്ന
റൂമിനോട് നമ്മൾ ഇരിക്കുന്നത് ആരുടെ കൃപയാണ്? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചുറ്റുവട്ടൊന്ന് ഓടിച്ചു നോക്കി, എത്ര പേർക്ക് സമാധാനമില്ല, എത്ര പേര് സന്തോഷമായിട്ട് പോകുന്നു. ഇതെല്ലാം തുടക്കത്തിലെല്ലാം ശരിക്കും ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ ഉപയോഗിക്കാറുണ്ടോ? ഞാൻ ഇതെല്ലാം വിട്ട് സമയം കഴിഞ്ഞു. ആദ്യമെല്ലാം പോക്കറ്റിൽ ഉണ്ടായിരുന്നത്, ഇപ്പം ഈ സാധനമേ ഇല്ല. ആദ്യം പോക്കറ്റില്ല, തൊട്ടാ പ്രശ്നം. വെള്ളിയാഴ്ച ഒരു ദിവസം വന്നപ്പോ എന്നെ അടുത്ത് വെച്ച് ഞാൻ മാസ്ക് ഊരിക്കോട്ടെ. സ്തോത്രം. പേടിയാണ്. കാര്യം എന്തുവാ? ചിലവന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ നമ്മുടെ അടുത്താ വന്നേ, സംസാരിക്കാനാ വന്നേ. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ വെച്ചോണ്ടിരിക്കുക? ഞാൻ ഊരിക്കള. സ്തോത്രം, സ്തോത്രം. ആ ദൈവദാസൻ ബഹുമാനത്തോടെ പറഞ്ഞേ, സ്നേഹത്തോടെ പറഞ്ഞേ. കാര്യം എന്തുവാ? ചിലവരെന്ത് ചെയ്യത്തില്ല, ഊരാൻ സമ്മതിക്കത്തില്ല. പുള്ളിക്കാരൻ അത് വെച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പുള്ളിക്കാരൻ ഓപ്പണായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും. കൈ കൊടുക്കല്ലേ. ഈ മാസ്ക് എല്ലാം ഇട്ട് തേക്കുന്നവര് വല്ല ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോഴേ കൈ പിടിക്കല്ലേ എന്ന് പറയല്ലേ. അപ്പോഴും പറയണം നിങ്ങൾ, യോ തന്നെ തൊടല്ലേ തൊടലേ എന്ന് പറയണം. പ്രിയ മക്കളെ, ദൈവം അറിയാതെ, പകലൊന്നുകൂടി ഞാൻ പറയുക, ദൈവം അറിയാതെ നമ്മുടെ കുടുംബത്തിനകത്ത് എന്ത് വരത്തില്ല, ഒന്നും വരത്തില്ല. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനും ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അങ്ങനെ മാറ്റി തരുന്നതിന്റെ കാര്യം എന്തുവാ? നമുക്ക് നാളെ ഒരാളോട് സാക്ഷ്യം പറയാം, എനിക്ക് വന്നാൽ പക്ഷെ എന്റെ ദൈവം അത് എടുത്തു മാറ്റി. എന്റെ കൂടെ വന്ന പലരും ഈ ലോകത്തിലില്ല, പക്ഷെ ഞാൻ ജീവനോടുണ്ട്. കാര്യം എന്തുവാ? എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. മത്സരിക്കുവല്ല, ഇത് മത്സരിക്കാൻ വേണ്ടി ദൈവനാമം ഉപയോഗിക്കരുത്. ഇന്ന് പലർക്കും മത്സരത്തിന് വേണ്ടിയാണ് ദൈവനാമം ഉപയോഗിക്കുന്നത്. മത്സരിക്കുവാനുള്ളതല്ല, ഇത് ജീവിക്കുവാനുള്ളതാണ്. ജീവിക്കുവാനുള്ളതാണ്. നമുക്ക് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി, ജ്ഞാനം ആര് തന്നിട്ടുണ്ട്? ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് ചിലരുടെ എല്ലാം ഒരു സാമ്പിൾ വെടിക്കെട്ടാ ഇതല്ല. കാര്യം എന്തുവാ? നമ്മൾ വിശ്വാസത്തിൽ യേശുവിനെ എപ്രകാരം കാണും. യേശു അറിയാതൊന്നും അല്ലല്ലോ ഇതൊന്നും വന്നേ. ആണോ? യേശു അറിയാതെ ലോകം കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇതെന്നെ ലോകം തന്നെ എന്തിനെ മാറ്റിയത്. ഇന്ന് ലോകത്തിന് മാറ്റാൻ പറ്റുന്നില്ല, കഴിവുള്ളവർക്കൊന്നും മാറ്റാൻ പറ്റുന്നില്ല. പലരും ഇന്ന് തീരുവ സലണ്ടർ ആയിരിക്കുക. നിങ്ങളതുകൊണ്ട് ഭയപ്പെടരുതേ. കർത്താവ് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഭവനത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ദൂത് പോലെ ചില നിന്നെ പരിഹാസവും ഇന്ന് പകല് കുടുംബത്തിൽ നിന്ന് എടുത്ത് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കുടുംബം മുഴുവനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന ചില പൈശാചിക ശക്തികളെ ഇന്ന് പകൽ ദൈവം അഴിച്ചു മാറ്റുമെന്നും കുടുംബത്തിനകത്ത് പൂർണ്ണതയോട് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് ഓരോ കുടുംബത്തിന്മേലും ഇന്ന് ദൈവത്തിന്റെ കരം തൊടുമെന്നും ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുമെന്നും ഇന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. പ്രിയ ദൈവങ്ങളെ നീ ഏറ്റെടുക്കേണ്ട രീതിയിൽ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക. ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകും. ഒരു വാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം. യോഹന്ന സുവിശേഷം 6-ാം അധ്യായത്തിന്റെ സ്തോത്രം 25-ാം വാക്യം മുതൽ ഒന്ന് ഓടിച്ചു വായിക്കാം. കർത്താവ് അതിനു മുമ്പുള്ള പശ്ചാത്തലത്തിൽ പറയുന്നു, ആമേൻ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ആ അത്ഭുത ശുശ്രൂഷ ചെയ്തിട്ട് കർത്താവ് മുന്നോട്ട് പോകുമ്പോഴാണ് കുറെ പേര് കർത്താവിനെ തിരക്കി, കർത്താവിനെ കണ്ടില്ല. അവര് തിരക്കി കർത്താവ് ഇരിക്കുന്നിടത്തേക്ക് ഓടി വന്നപ്പോൾ കർത്താവ് യേശുവിനോട് ചോദിച്ചു, എപ്പോഴാ അവിടുന്ന് പോയെ, എപ്പോഴാ വന്ന്? എന്തുവാ? കർത്താവിനുള്ള സ്നേഹം കൊണ്ടല്ല,
കർത്താവ് എടുത്തോ പറയുക, നിങ്ങൾ അത്ഭുതം കണ്ടോണ്ടല്ല. എന്തുവാ നിങ്ങൾക്ക് കിട്ടിയ ചില നന്മകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ. ഇന്ന് ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് ദൈവസഭയിലേക്ക് ഒരു ദൈവപൈതൽ വരുമ്പോ നന്മകൾ കണ്ടല്ല നമ്മൾ വരേണ്ടത്. ആരെ കണ്ടാ വരേണ്ടത്? നന്മകൾ തരുന്നതിന് വേണ്ടിയാണ്, കർത്താവിനെ കാണാൻ വേണ്ടിയാണ്. എല്ലാ ദൈവമക്കൾക്കും ഒരു അത്ഭുതം ചെയ്ത് അടയാളം ചെയ്യാതെ ആരും ആരെ അടുത്ത് വരത്തില്ല, കർത്താവിന്റെ അടുത്ത് വരത്തില്ല. എന്റെ കുടുംബത്തിനകത്ത് ഇന്ന ദൈവം ചെയ്ത് എന്റെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം എന്ത് ചെയ്യും? ഇനിയും തരും. ഇത് കണ്ടാണ് നമ്മളെല്ലാവരും ആരെടുത്ത് വന്നത്? കർത്താവിന്റെ അടുത്ത് വന്നത്. കർത്താവിന്റെ അടുത്ത് വന്നത്. സ്തോത്രം. ഞാൻ മരിക്കാൻ പോയ വ്യക്തിയാണ്, ആർക്കും വേണ്ടാതെ മരിക്കാൻ പോയ വ്യക്തിയാണ്. അവിടുന്നാണ് എന്റെ കർത്താവിനെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞത്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ആയടുത്തുന്ന എന്റെ ജീവിതത്തിനകത്ത് ഞാൻ കർത്താവിനെ കണ്ടത്, കർത്താവിനെ അറിഞ്ഞത്. സ്തോത്രം. അത് കർത്താവിനെ അറിഞ്ഞപ്പോ മുതൽ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ എനിക്ക് വേണ്ടി ജീവിക്കും. അപ്പൊ ഞാൻ എനിക്ക് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ സ്വർഗരാജ്യം ഒരുക്കി തരും. ഇങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടുന്നത്, ദൈവസ്ഥനിലേക്ക് വരുന്നത്. സ്തോത്രം. അതേപോലെ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തും വരാൻ ഒരു മുഖാന്തരവും, കർത്താവിനെ അറിയാൻ ഒരു മുഖാന്തരമുണ്ട്. ചിലപ്പോൾ നന്മ തന്നായിരിക്കാം, ചിലപ്പോൾ ചില രോഗസൗഖ്യം തന്നായിരിക്കാം, ചിലപ്പം ചെറിയ വലിയ സ്തോത്രം ഒരിക്കലും കിട്ടാത്ത സമാധാനം കുടുംബത്തിനകത്ത് തന്നായിരിക്കാം. ചിലപ്പം അവകളിൽ ഭയമായിരിക്കും, ആ ഭയം മാറ്റി ധൈര്യം തന്നുകൊണ്ടായിരിക്കാം. ആരെ അറിഞ്ഞത്? ഇതെല്ലാം ഒരു മുഖാന്തരം ഒരുക്കും. കാര്യം എന്തുവാ? ദൈവത്തിന്റെ വചനം പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായപ്പോഴേ ആര് കണ്ടിരിക്കുന്നു? കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നു. പക്ഷെ നീ കർത്താവിനെ കണ്ടത് നിന്നെ തെരഞ്ഞെടുത്തപ്പെടാം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്തപ്പെടാം നീ കർത്താവിനെ കണ്ടത്. പക്ഷെ കർത്താവ് പറയുക, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്ന മുമ്പേ ആര് വിളിച്ചതാ? കർത്താവിനെ വിളിച്ചത്. ഞാൻ കർത്താവെന്നുള്ളത്. എല്ലാ വ്യക്തികൾക്കും മാറുവാൻ ഒരവസരം ദൈവത്തിൽ, മാറുവാൻ അവസരം. ആ മാറുവാൻ തരുന്ന അവസരം മുതലാക്കുന്ന ദൈവമൈതലാണ് യഥാർത്ഥ ദൈവമൈതൽ. എനിക്കൊരു അവസരം കിട്ടിയിട്ട് ഞാൻ മാറിയാൽ, ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന്, ഈ ദൈവത്തിന് മാത്രമേ സകലത് കഴിയത്തുള്ളെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് മാറിയാൽ ഞാൻ ഭാഗ്യവാൻ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തള്ളപ്പെട്ടവനായി പോകും. തള്ളപ്പെട്ടവനായി പോകും. പല അനുഗ്രഹത്തിന് ഞാൻ എന്ത് ചെയ്യും? തള്ളപ്പെട്ടവനായി പോകും. ചിലവർക്കൊണ്ട് അനുഗ്രഹം മാത്രം കിട്ടാൻ വേണ്ടി കർത്താവ് പറയുക, വചനം പറയുക, എന്ത് പറയുക? അതിനു വേണ്ടി വരല്ലേ. അല്പനേരത്തിന് ആഹാരത്തിന്റെ സുഖത്തിന് വേണ്ടി നിങ്ങൾ വിശന്നിരുന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന അല്പനേരത്തെ ആഹാരത്തെ കണ്ടുവരല്ലേ, അത് ചെയ്ത ദൈവത്തെ കണ്ടുവരണം. ഈ 5000 പേരെ പോഷിപ്പിച്ച ഈ അപ്പത്തിന്റെ ഇതിനകത്ത് ഒരു ദൈവപൈതലിനെ ഏറ്റവും കൂടുതൽ ശക്തീകരിക്കുന്ന വാക്യം കാര്യമെന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലെന്ന് പറഞ്ഞാലും നീ ഇരിക്കുന്നിടത്ത് ആർക്ക് പ്രവർത്തിക്കാൻ പറ്റും? പ്രവർത്തിക്കാൻ പറ്റും. ചിലവർ പറയത്തില്ല, കെട്ടി നൂരി കെട്ടിത്തരും. നൂരി കെട്ടിത്തരുന്ന കർത്താവ് നീ അറിയേണ്ടത് നീ അറിഞ്ഞാൽ കെട്ടിത്തരും. നീ ഇരിക്കുന്ന റൂമിനകത്ത് ഇറക്കിക്കൊണ്ടുവരും. ചിലവർ പറയത്തില്ലോ, അധ്വാനിക്കാൻ കിട്ടത്തില്ല. അധ്വാനിച്ചില്ലെങ്കിലും നീ ഇരിക്കുന്നിടത്ത് തരാൻ ദൈവം ശക്തനാണ്. പക്ഷെ നിന്റെ വിശ്വാസം ആരും അങ്ങനെ ആയിരിക്കണം. എന്തുവാ? ദൈവമായിട്ട് ആണെങ്കിൽ ഒരുക്കി തരും. ചിലപ്പോ ദൈവം ഒരു ചാൽ ഒരുക്കി തരും. കഴിഞ്ഞ യൂട്യൂബ് മീറ്റിങ്ങിനകത്ത് പറഞ്ഞല്ലേ, കർത്താവ് വഴി സത്യവും ജീവനുമാകും. കർത്താവ് പോകാനുള്ള വഴി ഒരുക്കി തരും. ആ വഴി നീ പോയാൽ ദൈവത്തിന്റെ വാഗ്ദത്തവും നന്മയും അനുഗ്രഹവും എല്ലാം പ്രാപിക്കും. ഞാൻ ഇപ്പം ഒരു ഉദാഹരണം പറയുക, ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ സാധാരണപ്പെട്ട ഒരു വിശ്വാസിയാണ്. എന്റെ വിദ്യാഭ്യാസത്തിന് ഒരു പരിധിയുണ്ട്, ഇല്ലേ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, എന്റെ സന്നിധി വിശ്വസ്തയോടുണ്ടെങ്കിൽ നിനക്ക് ഇന്നത് ഞാൻ തരാം. ഈ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും എന്റെ പരിധിക്ക് അപ്പുറമുള്ള കാര്യമാണ്. എന്റെ പരിധിക്ക് അകത്തിരിക്കുന്നതല്ല. പരിധിക്ക് അകത്തായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കും. എന്റെ പരിധിക്ക് അപ്പുറത്താ ദൈവം പറയുന്നത് കൊണ്ടാ ഞാൻ ആരെ വിശ്വസിച്ചേ? കർത്താവിനെ വിശ്വസിച്ചു. കർത്താവ് അതെന്റെ ജീവിതത്തിൽ നിറവേറ്റി തരുമ്പോൾ എനിക്ക് കർത്താവുമായിട്ട് മാറാൻ പറ്റും. സ്തോത്രം. അത് നിറവേറ്റി തന്നതിന് വേണ്ടിയാ, നീ ഉറയ്ക്കാൻ വേണ്ടിയാ, നിന്റെ വിളിയിൽ നീ ഉറയ്ക്കാൻ വേണ്ടിയാ, നിന്റെ തെരഞ്ഞെടുപ്പിൽ ഉറയ്ക്കാൻ വേണ്ടിയാ. നീ ഉറച്ചു കഴിഞ്ഞാൽ നീ ഭാഗ്യവാനാണ്. പിന്നെ ദൈവം നിന്നെ എന്ത് ചെയ്യും?
ചിലവരെ രോഗത്തിന് സൗഖ്യമൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു, മരുന്ന് കഴിക്കുന്നു, എല്ലാവരും തള്ളി. പരിശുദ്ധാത്മാവ് ഒന്നിറങ്ങി തൊട്ടാവും, കർത്താവ് ഒന്നിറങ്ങി ഒന്ന് തൊട്ടാവും. ഉടനെ അവനെന്ത് ചെയ്യുന്നു? സൗഖ്യമാവും. അവര് പിന്നെ എന്ത് വന്നാലും അവനൊരു ഉറപ്പല്ലേ, എന്റെ ദൈവം സ്വന്തം. ഈ ലാസറിന്റെ കാര്യം പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന വാക്യമാണ് ലാസർ. എന്തുവാ? മരിച്ച് നാട്യം വെച്ചവനെ 4-ാം ദിവസം കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ യേശുവിനെ വിശ്വസിച്ച സഹോദരന്മാർ സഹോദരിമാർ അവര് വരെ പറഞ്ഞു നാറ്റം വെച്ചു. എനിക്ക് ആ വാചനം വായിക്കുമ്പോൾ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ഭാഗം വായിക്കണ്ട, ഞാൻ എടുത്തു പറയാം. യേശു ശിഷ്യന്മാരോടുമായി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാർത്ഥനയും ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആള് വന്ന് പറഞ്ഞു, ലാസറിന് രോഗം പിടിച്ചു കിടക്കും. യേശു അങ്ങേ തിരക്കുന്നു, അങ്ങ് വന്ന വിടുതൽ പ്രാപിക്കും. യേശു ആ ഇരുന്നിടത്ത് 3 ദിവസം ഇരുന്നു. അത് കഴിഞ്ഞപ്പോ അപ്പോഴേ അടക്കി കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞു, അടക്കം കഴിഞ്ഞു, ആള് മരിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ട് പോകും. ശിഷ്യന്മാരെടുത്ത് വായിച്ചു വെച്ചു. പുള്ളിക്കാരൻ സുഖമില്ല, നടക്കുമല്ലയോ. അപ്പൊ കർത്താവ് പറഞ്ഞു, ആ ഉറങ്ങുവാണ്. ഉടനെ ശിഷ്യന്മാര് പറഞ്ഞു, ഉറങ്ങുന്നത് നല്ലതാ. കാര്യം എന്തുവാ? രോഗം അവരിൽ നിന്നും വിട്ടുമാറും. കുറെ പൊട്ടത്തരങ്ങൾ നമുക്കുണ്ട് കേട്ടോ. കുറെ ഐഡിയകൾ വെച്ചിട്ടുണ്ട്. ഇന്ന രോഗത്തിന് ഇന്ന കാര്യം ചെയ്താൽ മതി. എല്ലാത്തിനും പരിഹാരം ഒറ്റ പേരേ ഉള്ളൂ, ദ നെയിം ഓഫ് ജീസസ്. പനിക്കായാലും ക്യാൻസറിനായാലും എയ്ഡ്സിനായാലും കൊറോണയ്ക്കായാലും ഏതിനും ഒറ്റ പേരേ ഉള്ളൂ, ദ നെയിം ഓഫ് ജീസസ്. അതിനപ്പുറത്ത് ഒരു പേരില്ല. നമ്മൾ കുറെ പൊട്ട വൈദ്യം കൊണ്ടെല്ലാം ഇരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ ചില വിടുതൽ കിട്ടാതിരിക്കുന്നത്. ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്ക്. ഇന്ന വിഷയത്തിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ആരാ? യേശു. ഞാൻ യേശുവിന്റെ പാദപീഠത്തിൽ കൊണ്ടുവച്ചാൽ എനിക്ക് മറുപടിയുണ്ട്. സ്തോത്രം. എനിക്കതിനകത്ത് ആ ശിഷ്യന്മാരുടെ ഒരു കാഴ്ചപ്പാടിനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. യേശു പറഞ്ഞു, ആ ഉറങ്ങുമല്ല, മരിച്ചു. അപ്പോഴേ ശിഷ്യന്മാരുടെ ഉള്ളത്തിനകത്തൊരു പേടിയുണ്ട്. നീ അങ്ങോട്ട് ചെന്നാൽ ചിലപ്പം നല്ല സുഖം കിട്ടത്തില്ല, അടിയെല്ലാം കിട്ടും. ഉണ്ട്. അതിന് അടുത്ത വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. എന്തുവാ? തോമസ് എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ കൂടെ മരിക്കേണ്ട വന്നാലും നമ്മൾ എന്റെ കൂടെ. ആരോടൊപ്പം? കർത്താവായ യേശുവിനോടൊപ്പം. ആ വാക്ക വേണ്ട. അവിടെ അത്ഭുതം നടക്കുവോ, സൗഖ്യമാവോ, കല്ലറയിൽ പുറത്തു കൊണ്ടുവരുമോ എന്നൊന്നും ആർക്കറിയത്തില്ല. ശിഷ്യന്മാർക്കറിയില്ല. അവര് എടുത്ത വായിക്കും. ബാക്കിയുള്ളവരെ ബലപ്പെടുത്തി പറയുക. പുള്ളിക്കാരൻ പറയുക, എന്തുവാ? മരിക്കേണ്ട വന്നാലും നമുക്ക് യേശുവിനോടൊപ്പം. അപ്പൊ അവര് തീരുമാനിച്ചെന്തുവാ? അവിടെ ചെന്നാൽ എന്താ തീരുമാനിച്ചു? അവിടെ ചെന്നാൽ ചിലപ്പോൾ അവരെ അടിച്ചു കൊന്നാലും ഞാൻ അത് ലാഭമായിട്ട് കാണുക. ആരോടെ പോകുന്നുണ്ടാണ്? യേശുവിനോടൊപ്പം. ഇന്ന് പ്രിയ നമുക്ക് നമ്മൾ ആ വിശ്വാസത്തിലാണ് വരണം. എന്തുവാ? ഈ ലോകത്തിൽ നന്മ കിട്ടുന്ന, അനുഗ്രഹം കിട്ടുന്ന, വിടുതൽ കിട്ടുന്ന ഒന്നും എന്റെ വിഷയമല്ല. ഞാൻ ചില വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ യേശുവിന് മാത്രമേ സകലതും ചെയ്യുവാൻ കഴിയത്തുള്ളൂ എനിക്കറിയാം. പക്ഷെ ഈ ലോകത്തിലെ നന്മയോ വിടുതലോ അനുഗ്രഹമോ അല്ല എനിക്ക് വേണ്ടത്. സ്വർഗത്തിൽ എന്റെ പേര് എഴുതപ്പെടണം. ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു പോയാലും എന്റെ പേര് എവിടെ കാണണം? സ്വർഗത്തിൽ കാണണം. അങ്ങനെ കാഴ്ചപ്പാടോട് നിൽക്കുന്ന ദൈവ പൈതല് കൊറോണ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ പല രോഗങ്ങളും കേൾക്കുമ്പോഴും അതിന്റെ പിന്നാലെ പോയി ഇഞ്ചക്ഷൻ ചെയ്ത് അല്ലെങ്കിൽ അത് നിലനിൽക്കാൻ നമ്മൾ നിൽക്കത്തില്ല. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ആരോട് ചേരാനാ? യേശുവിനോടൊപ്പം ചേരുവാനാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, എന്നെ സ്വന്തം രക്ഷമായി സ്വീകരിക്കുന്നവൻ ഒരിക്കലും മരിക്കുന്നില്ല. ആമേൻ. അവൻ എന്തില്ല? മരണമില്ല. അവൻ മരിച്ചാലും ജീവിക്കും. ആരോടൊപ്പോ? ഒരു പ്രത്യാശ ഉണ്ടാവണം ദൈവമക്കൾ. ഞാൻ കുറെ നാൾ സുനിതയുടെ മുഖം നോക്കി, പിള്ളേരുടെ മുഖം നോക്കി ഇവിടെ താമസിക്കാനാണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെ ദൈവത്തിന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുക. ദൈവം എന്ന കുടുംബം അനുഗ്രഹമായിട്ട് കൊണ്ടുപോവുക. അതിൽ വലിയൊരു പ്രത്യാശ യേശുവിന്റെ മുഖം കാണാതിരിക്കുക. അതായിരിക്കും ദൈവത്തിന്റെ കാഴ്ചപ്പാട്. അല്ല സുനിത അച്ഛനും കൊണ്ടുവരുന്ന സാധനം മേടിച്ച് ആ കറിയും വെച്ച് ആ സുഖമായിട്ട് അച്ഛനോടൊപ്പം ജീവിക്കാനാണോ? ഈ ഭൂമിയിൽ കുറച്ച് നാളുണ്ട്, ആയുസ്സുണ്ട്.
അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ആ മുഖം നോക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ആ മുഖത്തെ അന്വേഷിക്കുന്നവൻ, ആ തേജസ്സിനെ അന്വേഷിക്കുന്നവൻ, അതിനോടൊപ്പം പോയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും എന്ത് ചെയ്തില്ല? ലജ്ജിച്ചു പോകില്ല. ദൈവവചനം പറയുന്നു, എനിക്കൊറ്റ എയിമാ, എന്തുവാ? സ്വർഗത്തിൽ യേശുവിനോടൊപ്പം പോയിരിക്കണം. എന്റെ എയിമാണ്, എന്റെ എയിമേതാണ്, എനിക്ക് എന്റെ യേശുവിനോടൊപ്പം ഇരിക്കണം. പറയുക, തോമസ് എഴുന്നേറ്റ് പറയുക, മരിക്കണമെന്നാലേ നമുക്ക് കൂടെ പോവാം. അപ്പോഴേ അവരെന്ത് ചെയ്തു? മരണം കണ്ടേക്കോ. അതിനകത്ത് അടിയുമല്ല പ്രശ്നമാണ്. ഞാൻ മരണമല്ല ലാസ്റ്റ് കണ്ടേക്കുന്നത്, എന്റെ അവസാനത്തെ മരണമാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പൊ എന്നെ അടിക്കുന്നു പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടാവും. പേടിയുണ്ടാവും. പണ്ട് ലോകപരമായി ജീവിക്കുന്ന സമയത്ത്, സ്തോത്രം, പിടിയിലേക്ക് പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ കിളിവൽ കോളേജിൽ പോവുക. അവന്റെ സീനിയർ അവനെ റാഗ് ചെയ്തു. നല്ല പയ്യനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പയ്യൻ, എന്റെ ഒരു അനിയനെ പോലെ കാണും. റാഗ് ചെയ്ത് ഇവൻ രാത്രി വീട്ടിൽ വന്ന് കരഞ്ഞോണ്ടിരിക്കുക. ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യൻ, എന്നാൽ ഇപ്പോഴത്തെ +2 പഠിക്കുന്ന പയ്യൻ. സ്തോത്രം. അവൻ കരഞ്ഞോണ്ട് വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞു, അച്ഛാ എന്നെ അമ്മമാര് തല്ലി. എന്തിനാണ് തല്ലി? അത് ഞാൻ ബൈക്കുമായിട്ട് കയറി ചെന്നപ്പോ അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു ബൈക്ക് കൊണ്ടുപോകാതിരുന്നപ്പോൾ താഴെ വെച്ചിട്ട് നടന്നു പോയത്. അല്ല ചേ, ഞാൻ കയറിപ്പോയി ബൈക്കുമായിട്ട് ഇരുന്ന് എന്നെ തല്ലി, എനിക്ക് ഭയങ്കര നാണക്കേട്. അത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന റെഗുലർ ഫ്രണ്ട് വെച്ചെല്ലാം എന്നെ അയച്ചു. അവൻ വന്ന് പരാതിയെല്ലാം പറഞ്ഞു. ഞാൻ ചെയ്യുന്ന കിളിവയില, ഇവിടുന്ന് അങ്ങ് കിടക്കുക, കൊട്ടാരക റേഞ്ചിലല്ല. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടു, നാളെ രാവിലെ ഞാൻ നിന്നോട് വരാം. അവന് ഭയങ്കര വിശ്വാസമാണ്. എന്തുവാ? ഞാൻ വന്ന് എന്തെങ്കിലും അല്ല അവിടെ ചെയ്യും. എന്റെ മനസ്സിനകത്ത് പേടിക്കില്ല. അവിടെ ചെന്നിട്ട് കിളിവെളി ചെന്നിട്ട് വല്ല കൊട്ടാരക്കരയാണ് പിന്നെ കയറാൻ വല്ല ഹോളുണ്ട്, ഇതിനകത്ത് പോയിക്കാനായിരുന്നു ഞാൻ. പക്ഷെ എന്റെ മാനസികമായ ഭയം എന്ത് ചെയ്തില്ല, അവനോട് ഞാൻ പറഞ്ഞില്ല. അവനോട് ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടുള്ള ഞാൻ വരും. അവന്റെ അച്ഛൻ വരൂല. ഞാൻ പറഞ്ഞു 100% ഞാൻ വരും. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വരുന്നവനെ നീ നോക്കുകയോ വേണ്ട, അടിച്ചിട്ടോ, നിന്റെ പുറകെ ഞാനുണ്ട്, ധൈര്യമായിട്ടിരുന്നോളാം. അവൻ പറഞ്ഞ, അച്ഛൻ വരൂന്ന് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് വരൂടാ. ഞാൻ ഇവനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പുറകെ ബൈക്കിൽ പോവാ. എങ്ങനെ പോയി കേറും, എന്തോ ചെയ്യണോ എനിക്കറിയത്തില്ല. ഇവൻ ഞാൻ വരുന്ന ധൈര്യത്തിനകത്ത് വേറെ പയ്യനെ കെട്ടിയിട്ട് അമ്മമാർ രണ്ടുപേരും ധൈര്യമായിട്ട് അവിടെ ഇറങ്ങി ചെന്നിട്ട് ഞാൻ ചെല്ലുന്ന മുമ്പേ അവനെ തല്ലിയവനെ അവയെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കി. കാര്യം എന്തുവാ? അവനെ തല്ലിയപ്പോഴേ അവന്റെ കൂടെ നിന്ന് സീനിയർ പിള്ളേരെല്ലാം ഓടിക്കളഞ്ഞു. ഇവനെ ഉമ്മാർ രണ്ടെണ്ണം എടുത്തിട്ട് ശരിക്കും തല്ലു. ഞാൻ പേടിച്ചാൽ ഞാൻ പുറകെ ചെയ്യുന്നത്. ഞാൻ ചെന്നപ്പോ ഇവനെ ചവിട്ടി കൊട്ടി എടുത്തിട്ട് പറയും, അച്ഛാ ഇവനെ ഞാൻ വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചെന്തോ അച്ഛൻ വരത്തില്ല, പിന്നെന്തോ അച്ഛൻ ഏക്കത്തില്ല. കാര്യം എന്തുവാ? പുറത്തുനിന്നൊരു ധൈര്യം വന്നപ്പോ എന്ത് ചെയ്തു? ഇവന്റെ അകത്തിരുന്ന ഭീരുത്വം എല്ലാം അങ്ങ് മാറി. ഇവരെന്ത് ചെയ്തു? ധൈര്യമായി. സ്തോത്രം. എനിക്ക് തോന്നുന്നു ആ കോളേജ് തീരുന്നവരെ അവിടുത്തെ ഹീറോ അവൻ തന്നെയായിരുന്നു. സ്തോത്രം. കാര്യം എന്തുവാ? പിന്നെ അവനെ പാർട്ടി ഏറ്റെടുത്തു, പിന്നെ അവന്റെ റൂട്ടേ മാറി. ഞാനിപ്പോ ഓർക്കുക, അവൻ തലേന്ന് വന്ന് കരഞ്ഞപ്പോൾ അവനെ ധൈര്യപ്പെടുത്തിയ ചില വാക്കാണ് എന്ത് ചെയ്തത്? അവനെ രാവിലെ ധൈര്യം നൽകിയത്. ഈ ധൈര്യം നൽകി ഞാൻ പേടിച്ചുകൂടിയായിട്ടിരുന്നതാണ്. സ്തോത്രം. പക്ഷെ അവന്റെ ധൈര്യം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്തുവാ? അവൻ അപ്പോഴും പറയുന്നത് എന്തുവാ? അച്ഛൻ പറഞ്ഞ വാക്ക. ഇന്ന് കുവൈറ്റിലാണ്. ഇന്നും എന്നോട് ആ ഭയങ്കര സ്നേഹമാണ്. ആ ഒരു സ്നേഹവും കാര്യമില്ല. ഞാൻ പലപ്പോഴും ഓർത്താറുണ്ട്, ചിലവരുടെ ഭീരത്വം, ചില ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഞാൻ മരിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ വേറെ ഒന്നും അർത്ഥമല്ല പറഞ്ഞത്. സ്തോത്രം. നാളെ ആരെങ്കിലും ഒരു കാര്യത്തിന് എന്നെ വിളിക്കല് ഞാൻ വരുത്തുമില്ല. സ്തോത്രം. ഞാൻ
മരിക്കുമെന്ന്, ഞാൻ ഇന്നടുത്ത് പോയി മരിക്കാൻ പോവുക, ഞാൻ എന്റെ ജീവിതം തീരാൻ പോവുക, അല്ലെങ്കിൽ എന്നെ അവരിപ്പം തീർക്കാൻ പോവുക, ഞാൻ അത് എന്റെ മനസ്സിനകത്ത് ആ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ എന്നെ അടിച്ചാൽ ഞാൻ പേടിക്കൂ. കാര്യം എന്തുവാ? ഞാൻ മരിക്കാൻ വന്നവരാ. അപ്പൊ ഒരടി കിട്ടിയ ഉടനെ ഞാൻ പേടിച്ച് പീരുവിനെ പോലെ പിന്മാറുവോ? ഞാൻ വന്നതിന് വേണ്ടിയാ, മരിക്കാൻ വന്നവരാ. എന്റെ അവസാനം ഞാൻ തീരുമാനിച്ചേക്കുക, എന്റെ അവസാനം ഇപ്പൊ ഉണ്ടാവും. അപ്പോഴേ ഒരു ഭീഷണി വാക്കോ അല്ലെങ്കിൽ ഒരു അടിയോ കണ്ട ഞാൻ തിരിച്ചു പോവും. ഞാൻ മുന്നിൽ തന്നെ നിൽക്കും. കാര്യം എന്തുവാ? ഞാൻ അടി കൊള്ളാൻ തന്നെ അല്ല, അടി കൊടുക്കാൻ ഞാൻ മരിക്കാൻ വന്നതാ. എനിക്ക് എന്തില്ല? പേടിയില്ല. ഈ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം എങ്ങനെ മാറുന്നേ? ആദ്യം അടി കിട്ടുമെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാ. അടി കിട്ടുമെന്ന് പറയുമ്പോഴ് ഭയങ്കര പേടിയാ. പക്ഷെ രണ്ടടിയൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിയില്ല. കാര്യം എന്തുവാ? ഇതിന് ഇത്രയേ ഉള്ളൂ സുഖവും, അന്നാ പിന്നെ ഞാനും കൊടുക്കും എന്നുള്ള ചിന്ത വരും. ഇങ്ങനെ പിള്ളേർ വിശ്വസിക്കുന്നേ. ആ പേടി തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ. രണ്ടടിയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ മോനെ നീ ഇനി പോലെ നിന്നെ കൊല്ലും ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്. പക്ഷെ ആ സമയത്ത് ആവശ്യമില്ലാത്ത വാക്കുകൾ അവർക്ക് കൊടുത്താൽ പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിടിച്ചാൽ കിട്ടത്തില്ല. ചില അപ്പന്മാരെല്ലാം പറയത്തില്ലേ, നമ്മളെ കുടുംബത്തിലൊന്നും ആരുടെ അടിയൊന്നും കൊണ്ടിട്ട് വന്നില്ല, പിള്ളേരെ വേണ്ടിയൊന്നും അതൊന്നും പറയില്ല. പിള്ളേരുടെ സ്വഭാവം എന്ത് ചെയ്യും? അകത്തൊന്ന് തിളക്കാൻ തുടങ്ങും. അവരെന്ത് ചെയ്യും? പോയി പ്രശ്നം ഉണ്ടാക്കും. അവരുടെ ചിന്ത മൊത്തം ഇല്ല വാക്ക് എന്തുവാ? നമ്മളെ തലമുറയിലൊന്നും ഈ കുടുംബത്തിലൊന്നും ഞാനല്ല അങ്ങനെ ഫ്രണ്ടിൽ പോയത്. അതുകൊണ്ടാ പറഞ്ഞേ, സ്റ്റോപ്പ്. അപ്പനല്ല ശരിയമ്മ, ഈ വാക്കൊന്നും അപ്പം പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട. കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരിന്ന് പോവുക? ദൈവത്തിന്റെ മാറി. തോമസ് പറയുക, യേശുവിന് വേണ്ടി നമുക്ക് മരിക്കേണ്ട വന്നാലും നമുക്ക് ആരോടെ പോണം. അതുകൊണ്ട് അവിടുത്തെ യഹൂദന്മാരെയോ അവിടെ കാണുന്ന ജനത്തെയോ ആർക്ക് ഭയമില്ല, ശിശുമാർക്ക് ഭയമില്ല. കാര്യം എന്തുവാ? അവർ മുമ്പേ തീരുമാനിച്ചു ആർക്ക് വേണ്ടി മരിക്കാൻ? യേശുവിന് വേണ്ടി മരിക്കാൻ. ഇന്ന് പ്രിയ മക്കളെ, നമുക്ക് ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ കുടുംബത്തിന്റെ ഈ അവസ്ഥ മാറ്റുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നൊരു പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമ്മളെ മേലിൽ കൊണ്ടുവരുന്ന പിശാചിന്റെ ഒരു തന്ത്രം എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. പിശാചിന്റെ തന്ത്രം എങ്ങനെ ജയിക്കുന്നത്? എങ്ങനെ? നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഭയമാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ആര് ജയിക്കുന്നത്? പിശാച് ജയിക്കുന്നത്. കാര്യം എന്തുവാ? വിടുതൽ കിട്ടിയില്ലല്ലോ, ഞാൻ ഇത്രയും ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചല്ലോ, ഇതുപോലെ പാസ്റ്ററെ വിളിച്ചല്ലോ, പ്രാർത്ഥിച്ചല്ലോ, എനിക്ക് വിടുതൽ കിട്ടുന്നില്ലല്ലോ. ദൂത് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. അപ്പോഴേ ദൂത് തണുത്തുപോയി. ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും പ്രതിസന്ധിയുടെ മധ്യയിലും നമ്മൾ പറയുക, എന്ത് പറയുക? എനിക്കൊരു ദൂതുണ്ട്, ഞാൻ പുറത്തു വരും. ഈ പ്രതികൂലത്തിനോ ഈ പ്രയാസത്തിനോ, ഇന്ന് രാവിലെ ദൂത് പറഞ്ഞത് തന്നെ, ഈ നിന്ദകൾക്കോ ഈ പരിഹാസങ്ങൾക്കോ ഈ അപമാനങ്ങൾക്കോ ഈ വാക്കുകൾക്കോ എന്നെ തണുപ്പിക്കാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? ഇതിനെ ജയിക്കുന്ന ദൂത എനിക്ക് ആര് തന്നിരിക്കുന്നത്? എന്റെ കർത്താവ് തന്നിരിക്കുന്നത്. ആ ദൂതുള്ള കാലത്തോളം ഒരു ശത്രുവിനും എന്നെ തൊടുവാൻ കഴിയത്തില്ല. ആ ഒരു പ്രത്യാശ ദൈവത്തിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ജയിക്കും. പരീക്ഷയ്ക്ക് കുഞ്ഞുങ്ങൾ പോകും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരെ എല്ലാം നശിച്ചു പോകുന്നതിന്റെ കാര്യം പറഞ്ഞു. പരീക്ഷയ്ക്ക് പിള്ളേർ കയറുന്നു. പരീക്ഷ എഴുതാൻ പറ്റും, ഞാൻ പഠിച്ചതേ വരത്തുള്ളൂ, ഞാൻ പതറത്തില്ല, എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് എഴുതാൻ പോകാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് അവൻ പഠിച്ചത് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ചില പിള്ളേർക്ക് എന്തില്ല, പഠിച്ചത് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വന്നേ, പക്ഷെ എന്തില്ല, ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ എന്ത് ചെയ്യാം? അവന്റെ കോൺഫിഡൻസ് എല്ലാം പോയി, അവന്റെ ധൈര്യം എല്ലാം പോയി. അവൻ എന്ത് ചെയ്യും? പഠിച്ചത് പോലും എന്ത് ചെയ്യത്തില്ല, എഴുതത്തില്ല. എന്താ പറയാ, നമ്മളെ കുഞ്ഞുങ്ങൾക്കെല്ലാം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യം പകർന്നു കൊടുക്കണം, ധൈര്യം പകർന്നു കൊടുക്കണം. ഇന്ന് ദൈവമക്കളെ നമുക്കുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ദൈവം തന്ന ദൂത. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ, നാറ്റം വെച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ ഒറ്റ വാക്കുകൊണ്ട് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ എന്റെ ദൈവത്തിന് ഇത്രയും വർഷങ്ങളും കൊണ്ട് എന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സകല ശത്രുവിന്റെ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ
വാക്തത്വം ദൂത് പ്രാപിക്കും. അല്ല എങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വാക്തത്വം ദൂതും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കാൻ കഴിയും. ആദ്യം നമുക്ക് നമ്മളെ ദൈവത്തോട് എന്ത് ചെയ്യണം? അതുകൊണ്ട് കർത്താവ് യോശുവോട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനാവണം. ഉറപ്പും ധൈര്യം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പറയുന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചു പറയുവാൻ പറഞ്ഞാൽ, ദൈവം എന്നോട് പറയോ ഇന്ന ദൂത് ഇന്ന സഹോദരനോട് പറയാൻ പറഞ്ഞാൽ എനിക്ക് പേടിയില്ല, ദൈവം തന്നതാ, ഞാൻ പറയും. ഞാൻ പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂ? ആ ദൂത് അവിടെ നിവൃത്തിയാവൂ? ദൈവം പറഞ്ഞത് പറയാൻ, ദൈവം പറഞ്ഞത് ചെയ്യാൻ. ഞാൻ ഇന്നത് ചെയ്യത്തില്ല, കാര്യം എന്തുവാ, അത് ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ ആരെയാ? ദൈവത്തിന്റെ പൈതല. ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ആ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജയം പ്രാപിക്കും, ബലം പ്രാപിക്കും, ബലം പ്രാപിക്കും. ഇന്ന് ഈ ശിഷ്യന്മാർക്കുള്ള ബലം അതാ. അവര് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞങ്ങൾ മരിക്കേണ്ട വന്നാലും ആരിന്ന് പോത്തില്ല, കർത്താവിന് പോത്തില്ല. ഞങ്ങൾ ആരുടെ പൈതല? കർത്താവിന്. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? സ്തോത്രം. ഇന്ന് നമ്മളെ കുടുംബത്തിൽ പ്രതികൂലം വരാം, പ്രതിസന്ധികൾ വരാം, തലമുറ അനുഗ്രഹപ്പെടാതിരിക്കാം. പക്ഷേ നമ്മളെ മേലൊരു പ്രത്യാശ ഉണ്ടാവണം. എന്റെ യേശു എന്നെ കൈവിടത്തില്ല, ഈ അവസ്ഥ എന്ന് എന്നെ ഇടത്തില്ല. എന്റെ കുടുംബത്തിനൊരു മാറ്റമുണ്ട്, എന്റെ തലമുറയ്ക്കൊരു മാറ്റമുണ്ട്. എന്റെ യേശുവിന് മാത്രമേ അതിനകത്ത് പരിഹാരം തരുവാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഈ സങ്കടമോ, ഈ കഷ്ടമോ, ഈ നിന്ദയോ, ഈ പരിഹാസമോ, ഈ പ്രതികൂലത്തിലോ ഞാൻ വീണ് പോത്തില്ല. ഈ വാക്കിൽ തകരാനല്ല ഞാൻ വന്നത്. ഉറപ്പും ധൈര്യം തരുന്ന യേശുവിന്റെ വാക്കില ഞാൻ നിലനിൽക്കുന്നതിനുള്ള പൂർണ്ണ ബോധ്യം ദൈവപ്രതികളെ എനിക്ക് നിനക്ക് ഉണ്ടെങ്കിൽ നമ്മളെ തൊടുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ചില തലമുറയെ നോക്കിയിട്ട് പറയത്തില്ല, ചിലര് പറയത്തില്ല, ഓ ഇതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, എന്റെ തലമുറ രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറയാൻ നീ ആരാ? എന്റെ തലമുറ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ യേശുവിനെ അറിയാൻ രക്ഷപ്പെടുത്താൻ. എന്റെ കുടുംബം അനുഗ്രഹപ്പെടത്തില്ലെന്ന് പറയാൻ നീ ആരാ? ശത്രുവായ പിശാചിന്റെ മുഖത്ത് നോക്കി പ്രിയ ദൈവത്തിലെ ഉറപ്പും ധൈര്യത്തോടെ ചോദിക്കാൻ നീ തയ്യാറാണെങ്കിൽ കർത്താവ് പറയുന്നത് നിന്നെ ഞാൻ മാനിക്കാൻ തയ്യാറാണ്. കർത്താവിന് തിരിക്കൽ വേണ്ട. കർത്താവ് പറയുന്ന വാക്കുകളെ അതേപടി അനുസരിക്കുന്നവനെ, വിശ്വസിക്കുന്നവനെ, ഉറപ്പോട് നിൽക്കുന്നവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. ചിലർ പറയുന്നത് ചില സാഹചര്യത്തിൽ ഞാനത് ചെയ്തു പോയി, കാര്യം എന്തുവാ? അതേപോലെ യേശു എന്റെ കൂടെ ഉണ്ട്. ഏത് സാഹചര്യത്തിലും എന്നെ വിട്ടു നിൽക്കുവാൻ എന്റെ യേശുവിനെ കഴിയത്തുള്ളൂ. സ്തോത്രം. നേരത്തെ പറഞ്ഞില്ലയോ, എന്നെ നോക്കി പാർത്ത യെസ് അങ്ങനെ തന്നെ എന്നെ വിളിക്കട്ടെ. സ്തോത്രം. എന്നെ നോക്കിയിട്ട് ചിലവർ വിളിച്ചു പറയാറുണ്ട്, അയ്യോ സംസാരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വിശ്വാസത്തിന് വേറെ വാക്കുകളെല്ലാം തള്ളിക്കളയും. യെസ് അങ്ങനെ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്തുവാ? എന്റെ ദൈവം എന്തോ പറഞ്ഞാലും അത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ദൈവം ഇന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുക, നിങ്ങളോട് പറഞ്ഞ ദൂത് ഇന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. ശത്രുവിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പ്രഖ്യാപിക്കുക. ഈ ദൂത് കിടക്കുന്ന കാലത്തോളം, യേശു എന്നെ തെരഞ്ഞെടുത്ത കാലത്തോളം, ഞാൻ യേശുവിന്റെ മക്കളായി ഇരിക്കുന്ന കാലത്തോളം പിശാചേ നിനക്ക് എന്റെ കുടുംബത്തെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. എന്റെ കുടുംബത്തിൽ ഇനിയും ദൈവത്തെ അറിയുവാനുള്ളവരും വരും, എന്റെ ഭർത്താവ് വരും, എന്റെ ഭാര്യ വരും, എന്റെ മക്കൾ വരും, എന്റെ അപ്പൻ വരും, എന്റെ അമ്മ വരും. എന്റെ കുടുംബം ദൈവത്തിനുള്ളതാ, ദൈവത്തിനുള്ളതാ. ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. ഈ ഭൂമിയിൽ എനിക്ക് ആയുസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിശ്ചയമായി ഭൂമിയിൽ അനുഗ്രഹം പ്രാപിക്കും. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഏത് വിഷയത്തിനകത്തും എന്റെ യേശു എന്റെ കൂടെയുണ്ട്. യേശു അറിയാതെ എന്റെ കുടുംബത്തിനകത്ത് മറ്റൊന്നും വരില്ല. പ്രതികൂലം വരാം, പ്രതികൂലം വരാം. അതാ യാക്കോബ് പറഞ്ഞത്, ദൈവത്തിന്റെ ദൂത് പറഞ്ഞത്, ഇസ്രായേലിൽ ആപചാരം ഫലിക്കുകയില്ല. ദൈവത്തിന്റെ ജനത്തിനകത്ത് എന്തില്ല? ആപചാരം ഫലിക്കുകയില്ല. ഇന്ന് ചില ആപചാരം ഫലിക്കുന്നുവെങ്കിൽ നമ്മളെ പുറകുകളുണ്ട്. ദൈവം നമ്മളെ തോക്കുവാനല്ല വിളിച്ചത്, ദൈവം നമ്മളെ ജയിക്കാനാണ് വിളിച്ചത്.
നിന്നെ തോറ്റെടുത്തു എന്നാ ദൈവം വിളിച്ചത്. എന്തിനാ? ജയിക്കാനാ. വീണ്ടും വീണ്ടും തോറ്റുപോകാനല്ല, ജയിച്ച് പുറത്തു വരുവാനാ. ഇന്ന് പ്രിയ ദൈവത്തിലെ നീ ഏറ്റെടുത്ത് പാർട്ടിയില് ഞാൻ തോക്കത്തില്ല, ഞാൻ ജയിക്കും. കാര്യം എന്റെ ജയാളിയായ യേശു, എന്റെ നായകനായുള്ള കാലം, എന്റെ യേശു എന്റെ കൂടെ ഉള്ളത്തോളം ഞാൻ ഒരിക്കലും തോറ്റുപോകത്തില്ല, ഞാൻ ജയിക്കും. എന്നോട് പറഞ്ഞ ദൂത് ദൈവം നിവർത്തിയാക്കും. ഈ 2021 ഞാനും എന്റെ കുടുംബവും അത് അനുഭവിച്ചിരിക്കും. ഇനി ആരാധന ആലയങ്ങൾക്കെല്ലാം ഒരുപാട് പ്രതികൂലം വരാൻ പോവാ, പ്രതിസന്ധികൾ വരാൻ പോവാ, നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടമാവാൻ പോവാ. പക്ഷെ ആ സമയത്തും നീ ഏറ്റെടുത്ത ദൈവത്തിന്റെ ദൂതിന് വേണ്ടി മുറുകി പിടിച്ചിട്ട് ഞാനിങ്ങനെ തളർന്നിരിക്കാനല്ല. എന്റെ കുടുംബത്തിൽ എന്നും ഒരു അപമാനപാത്രമായി, പരിഹാസപാത്രമായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴല്ല ശത്രുക്കൾ എന്നെ നോക്കി ചിരിക്കാൻ, പരിഹസിക്കാൻ, അപമാനിക്കാൻ ഒരു വസ്തു അല്ല ഞാൻ ദൈവത്തിന്റെ പൈതലാ, ജീവനുള്ള ക്രിസ്തുവിന്റെ പൈതലാ. എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഞാനും എന്റെ കുടുംബവും ആ അനുഗ്രഹവും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വിടുതൽ ഞാനും എന്റെ കുടുംബം പ്രാപിക്കും. The name of Jesus power. Amen. Hallelujah. അപ്പൊ ഞാനും എന്റെ കുടുംബം എന്ത് ചെയ്യും? യഹോവയിൽ ആശ്രയിച്ച് ദൈവം എനിക്ക് പറഞ്ഞ ദൂതില കിടക്കുന്നത്. സ്തോത്രം. കർത്താവ് പറയുക, അപ്പം കണ്ടുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടല്ല എന്റെ കൂടെ വരേണ്ടത്, അപ്പം തരുവാൻ ശക്തനായ ദൈവത്തിന്റെ പവർ കണ്ടുകൊണ്ടായിരിക്കണം ആരെടുത്ത് വരേണ്ടത്, എന്റെ അടുത്ത് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളല്ല ആരെ കണ്ട വരണ്ടേ? പ്രത്യാശ കണ്ട്, സ്വർഗരാജ്യം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ടു വരുന്നവൻ ഒരിക്കലും എന്ത് ലജ്ജിച്ചു പോത്തില്ല, അവൻ തളർന്നു പോത്തില്ല. നമ്മൾ പലപ്പോഴും ലോകത്തിലുള്ള ചിലതിനെ, നശിച്ചു പോകുന്ന ചിലതിനെ കാണുകയെ ആശ്രയിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ വീണു പോകുന്നത്. ലോകത്തിൽ നശിക്കുന്നതിനെ ആശ്രയിക്കല്ലേ. സ്തോത്രം. നാളെ ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടു പോകുന്ന മനുഷ്യനെ നീ ആശ്രയിക്കരുത്. ഈ മനുഷ്യനെ നിലനിർത്തുന്ന ക്രിസ്തുവിനെ ആയിരിക്കണം ആശ്രയിക്കേണ്ടത്. അവൻ എത്ര വലിയവനാന്ന് പറഞ്ഞാലും അവൻ ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടു പോകേണ്ടവനാ, അവൻ മണ്ണോട് ചേരേണ്ടവനാ. അവനെയല്ല ആശ്രയിക്കേണ്ടത്, അവനെ ഉണ്ടാക്കിയ കർത്താവിനെ ആശ്രയിക്കേണ്ടത്. ആ കർത്താവിനെ ആശ്രയിക്കേണ്ട രീതി ആശ്രയിച്ചാൽ ഒരു ശത്രുവായി പിശാചിനും എന്ത് ചെയ്യത്തില്ല, നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. ആ വാക്യം ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. നിത്യജീവനിലേക്ക് നിലനിൽക്കേണ്ട ആകാരത്തിന് വേണ്ടി പ്രിയ ദൈവത്തിലെ ഞാനും നിങ്ങൾ ഓടേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. നമ്മൾ എന്തിനു വേണ്ടിയാ ഓടേണ്ടത്? നിത്യജീവന്റെ ആഹാരത്തിന് വേണ്ടി. നിത്യജീവന്റെ ആഹാരത്തിന് വേണ്ടി. ദൈവം പറയുക, ദൈവത്തിന്റെ മക്കളെ കുറിച്ച് പറയുന്നത്, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ നിരൂപിക്കുന്ന വലിയ ദൈവത്തിന്റെ മഹത്വമാണ് ആര് തരുന്നത്. സ്തോത്രം. എന്റെ കുടുംബത്തെ മാറ്റുവാൻ കഴിയും. നമ്മൾ പറയത്തില്ല ചില വ്യക്തികൾ മാറും. കർത്താവിൽ ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. മദ്യപാനം മാറ്റിക്കൂടെ? മദ്യപാനത്തിന്റെ ഒരു ജാറായിരുന്നു ഒരിടയ്ക്ക് നിങ്ങൾ. സ്തോത്രം. എന്റെ ജീവിതമെല്ലാം മദ്യപാനത്തിന്റെ ഒരു ജാറായിരുന്നു. അതില്ലാതെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പെട്രോൾ ടാങ്ക് തുറന്നിട്ട് അതിനകത്ത് വെക്കും മൂക്ക്, അതിനകത്ത് കിട്ടുന്ന ഒരു ലഹരിയുണ്ട്. അത് എവിടെ എന്ത് ലഹരി കിട്ടിയാലും ചാടി വീടുക. അവിടെ നിന്ന് ആര് കൊണ്ടുവന്നേ? കൊള്ളത്തില്ല, ഇവനെല്ലാം ചത്താ മതി, ഇവനെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല, ഇവനെല്ലാം കുടുംബത്തിന് പേരുദോഷമാ, അപമാനമാ എന്ന് പറഞ്ഞിട്ടാ ദൈവം അവിടുന്ന് എല്ലാം എന്ത് ചെയ്തേ? മാറ്റി എഴുതിയത്. സ്തോത്രം. മാറ്റി എഴുതിയത്. ഇപ്പൊ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. എന്ന് പ്രിയ കുടുംബത്തിനകത്ത് ചിലത് നടക്കുന്നില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന ചിലവരുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക, ആ നിരാശ മാറ്റിക്കോ. ആ നിരാശ സന്തോഷമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ നിരാശ സങ്കടത്തെയും കഷ്ടങ്ങളെയും മാറ്റി നിന്റെ കുടുംബത്തിനകത്ത് നൃത്തം ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നൃത്തം ചെയ്യുന്ന സന്തോഷം നൽകുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിന് ഇമ്പോസിബിൾ ആയ ഒരു വാക്കില്ല, എല്ലാം പോസിബിളാ. ഇന്നെല്ലാം പോസിബിളാ. കർത്താവിന്റെ സന്നിധി ഇമ്പോസിബിൾ ഇല്ല, നമുക്കെല്ലാം ഇമ്പോസിബിളാ. പക്ഷെ ദൈവത്തിന് ഒരു കാര്യവും ഇമ്പോസിബിൾ അല്ല, പോസിബിളാ. ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനമേ, ഇന്ന് നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാ
The name of Jesus, power. Jesus, power. നിരാശയുടെ വാക്കുകൾ എന്ന് പകൽ എടുത്തു മാറ്റ്. എന്റെ യേശു അത്ഭുതം ചെയ്യാൻ പോവാ. എന്റെ ദൈവം എന്നെ വിളിച്ചതെന്നെ അനുഗ്രഹിക്കാനാ. നിത്യജീവനിലേക്കുള്ള അപ്പത്തിലേക്ക് അല്ലെങ്കിൽ ആഹാരത്തിലേക്ക് നിങ്ങൾ മാറും. അതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് വരത്തില്ല? ക്ഷീണം ഉണ്ടാവത്തില്ല. ആമേൻ. നശിച്ചു പോകുന്ന ഈ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ ആശ്രയിക്കരുതേ. നിത്യജീവന്റെ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കപ്പെടുന്നുവെങ്കിൽ അത് പകരുവാൻ ആര് ശക്തനാണ്? എന്റെ ദൈവമായി എന്നെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അനുഗ്രഹിക്കുന്നു. മനുഷ്യനല്ല പറഞ്ഞേക്കുന്നത്, മനുഷ്യനല്ല പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞേക്കുന്നത്? എന്റെ ദൈവമാണ്. എങ്കിൽ ഞാനും എന്റെ കുടുംബത്തെയും അനുഗ്രഹം പ്രാപിച്ചിരിക്കും. അനുഗ്രഹം പ്രാപിച്ചിരിക്കും. സ്വതന്ത്രമാലിയ ഞാൻ മിക്കവാറുള്ളവരോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വതന്ത്രം. ചിലർ പറയും ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ചിലർ പറയും ഏറ്റവും കൂടുതൽ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഏറ്റവും കൂടുതൽ മക്കളെ സ്നേഹിക്കുന്നു. അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരാഗ്രഹിക്കുന്ന ചില സ്വഭാവവും ആർക്കുണ്ടാവും? നമുക്കുണ്ടാവും. സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവ് പറയുന്നത് മാത്രമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് എൻ്റെ വൈഫ് വന്ന് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നില്ല. കാര്യം എന്തുവാ? ഇതിനകത്ത് എത്ര അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. കാര്യം എന്തുവാ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. പക്ഷെ എന്റെ വൈഫ് വന്ന് എന്റെ അടുത്ത് പറയുക, അച്ഛാ ഈ ഡ്രസ് കൊള്ളത്തില്ല, ഞാൻ മാറ്റാൻ തയ്യാറാണ്. കാര്യം എന്തുവാ? എന്റെ വൈഫിനെ സ്നേഹിക്കുന്നു, അവളെ വാക്കിന് വില കൊടുക്കുന്നു. ഈ ഡ്രസ് കുറച്ചുകൂടി ഇറക്കമുള്ള ഷർട്ടിനാണ്, ആ വാക്കിന് ഞാൻ വില കൊടുക്കുന്നു. പക്ഷെ ആത്മീയത്തിനകത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല. ചിലർ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. എന്തോ അറിയണം, രാവിലെ എഴുന്നേക്കുന്ന ഭാര്യ 8 മണിക്ക്, ഭർത്താവ് 7 മണിക്ക് എഴുന്നേറ്റ് അടുക്കള ചെയ്യുന്ന എല്ലാം ജോലി ചെയ്തു. അവരെ ഭയങ്കര ഇഷ്ടം. അത് സ്നേഹവും അല്ല. ആണിന് ആണിന്റെ ഒരു വില കൊടുക്കണം, ഭർത്താവിന് ഭർത്താവിന്റെ ഒരു വില കൊടുക്കണം. എന്ന് പറഞ്ഞ സ്ത്രീ അടുക്കള പണി ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഭർത്താവിന് ഭർത്താവിന്റെ ആയിട്ടൊരു ആണത്വം ഉണ്ടാവും. എന്നാലും സാറ് എന്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ അങ്ങനൊന്നും പ്രസംഗിക്കല്ലേ, എന്റെ അച്ഛൻ കേൾക്കുന്ന രീതിയിൽ പ്രസംഗിക്കല്ലേ. എന്തുവാ അച്ഛന്റെ പരിപാടി? ഇതാ രാവിലെ പോവുക, അടുക്കള പണിയെല്ലാം ചെയ്തിട്ട് വന്ന് ഭാര്യയെ വിളിക്കും, ചായ കൊണ്ടു കൊടുക്കുന്ന ഭർത്താവ്. അവനെ ഞാൻ ആണെന്നല്ല വിളിക്കുന്നത്. പുരുഷൻ സ്ത്രീയുടെ തലയാണ്. പുരുഷന്റെ തല ക്രിസ്തുവാണ്. സ്ത്രീയുടെ തലയല്ല ക്രിസ്തു, പുരുഷന്റെ തലയാ ക്രിസ്തു. സ്ത്രീയുടെ തല പുരുഷനാണ്. അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന വീട്ടിലെ ഭാര്യയല്ലേ മിക്കാറും പുരുഷന്റെ തലയാവുന്നു. അത് വേദോസ്തം ഏറ്റെടുക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പറയാം, അങ്ങനെയൊന്നും പ്രസംഗിക്കല്ലേ, നാളെ മുതൽ അച്ഛൻ ചിലപ്പം മാറിക്കളയും. അച്ഛൻ മാറുന്ന ഓർത്താണെങ്കിൽ അച്ഛനെ കൊണ്ട് ഓടിയത് വിളിക്കാറ്. കുറച്ച് ഗസ് വേണം, ആണായിരിക്കണം. ലോകപരമായി ജീവിക്കുന്ന ആണിനെ ഡിപ്പെൻഡ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, ആത്മീയമായി ജീവിക്കുന്നത്. എന്താ പറയുക, ആണിന്റെ തല ക്രിസ്തുവായിരിക്കണം. എന്റെ തല ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തു പറയുന്നത് ഞാൻ ചെയ്യത്തുള്ളൂ. ഇല്ലയോ? ഇല്ലയോ? ക്രിസ്തു പറയുന്നത് ഞാൻ ചെയ്യത്തുള്ളെങ്കിൽ ഞാൻ ക്രിസ്തു പറയുന്നത് എന്റെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുള്ളൂ. ആ കുടുംബത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, അല്ലാത്ത കുടുംബത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. അല്ലെ, ലോകപരമായി ജീവിക്കുന്ന ഒരാൾ വന്നിട്ട് പറയാ ഞാൻ ആ തലേന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കണം. ദൈവപ്രകാരം ജീവിക്കുന്നത്. ഞാൻ ആത്മീയ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. ഭയപ്പെടണം. പുരുഷന് പുരുഷന്റെ വില കൊടുക്കണം, സ്ത്രീക്ക് സ്ത്രീയുടെ വില കൊടുക്കണം.
സ്ത്രീക്ക് ഒരിക്കലും പുരുഷനുമാവാനും പുരുഷന് സ്ത്രീ ആവാനും കഴിയത്തില്ല. അവന്റെ പേര് വേദോസം പറയുന്നത് ശപിക്കപ്പെട്ടവനാണ്. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് പറയുക, നിത്യജീവനിലേക്കുള്ള ആഹാരത്തെ നീ ഭക്ഷിപ്പി. സ്തോത്രം. നിത്യജീവനിലേക്ക് നീ ഓടുവേ. അവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അല്ലാതെ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി നോക്കരുത്. ഇത് പകൽ ഞാൻ വിളിച്ചു പറയാം, നശിച്ചു പോകുന്ന ലോകത്തെ അല്ല നോക്കേണ്ടത്. ഇന്ന് ലോകത്തിന്റെ സമാധാനം നിലനിർത്താൻ വേണ്ടി അനേകം നേതാക്കന്മാർ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ലോകത്തിന്റെ സമാധാനം ഒരു നേതാക്കന്മാർക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. ഇന്ന് പലരും തിരിച്ചറിയുക, ലോകത്തിന്റെ സമാധാനം നിലനിർത്തണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകം ഉണ്ടാക്കിയ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഭൂമി ഉണ്ടാക്കിയ ഒരാൾക്ക് ഭൂമിയെ പറ്റി പറയാൻ പറ്റൂ. അത് പറയാൻ പറ്റുന്നത് വേദോസം പറയുന്നു, യഹോവ ദൈവം കൽപ്പിച്ചപ്പോൾ ഭൂമി ഉണ്ടായി, ഭൂമിയിലുള്ളതുണ്ടായി. എങ്കിൽ നമ്മുടെ മേൽ അധികാരം ആർക്കാ ഉള്ളത്? ദൈവം അറിയാതെ ഭൂമിയിലൊന്നും വരത്തില്ല. ദൈവം അറിയാതെ ഒരു ദൈവവേദന്റെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും വരത്തില്ല, ഒന്നും വരത്തില്ല. ഞാൻ പറയാൻ ദൈവമക്കളെ, എല്ലാം സ്നേഹത്തിന്റെ കാട്ടി മീതെ ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആമേൻ. ഭർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിക്കുക. ഭാര്യയെ സ്നേഹിക്കുന്നതിന്റെ കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിക്കുക. മക്കളെ സ്നേഹിക്കുന്നതിന്റെ കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിക്കുക. എങ്കിൽ നല്ല ഭാര്യ നിനക്കുണ്ടാവും, നല്ല ഭർത്താവ് നിനക്കുണ്ടാവും, നല്ല മക്കൾ നിനക്കുണ്ടാവും. സ്തോത്രം. ഏറ്റവും കൂടുതൽ സ്നേഹം ആർക്കാ കൊടുക്കണ്ടേ? ക്രിസ്തുവിന്. സ്തോത്രം. തലമുറയെ കുറിച്ച് വേദനിക്കുന്നുവെങ്കിൽ തലമുറയെ മാറ്റുവാൻ, തലമുറയുടെ സ്വഭാവങ്ങളെ മാറ്റുവാൻ ആർക്ക് കഴിയും? കർത്താവിനെ കഴിയും. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, ചില നല്ല ജോലികൾ ചിലവരുടെ കരങ്ങളിലേക്ക് ദൈവം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ വിദ്യാഭ്യാസത്തിന് മീതെ, എന്റെ അർഹതയ്ക്ക് മീതെ ചിലത് പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചിലതിന്റെ ചില സമ്പത്ത് നിന്റെ കരങ്ങളിലേക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരുക്കപ്പെടും. എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. മനുഷ്യൻ വാക്ക് മാറാം, പക്ഷെ എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ, പ്രകാരം വിശ്വാസത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഒരു വലിയ മറുപടി എന്ന് പകൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു ദൂത് നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ വിശ്വസിക്ക്, ഇന്ന് പകൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുക. ചിലതിന് മേൽ മറുപടി വെളിപ്പെടാൻ പോവുക. ഇത് പൂർണ്ണ ഹൃദയത്തോട് നീ ഏറ്റെടുക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ദൂത് പറയുന്നു. ചിലവരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക, ചിലവരിൽ വലിയ അനുഗ്രഹത്തിന് വിടുതൽ വെളിപ്പെടുക. എന്റെ നിന്ദ മാറാൻ പോവുക, എന്റെ പരിഹാസം മാറാൻ പോവുക, എന്റെ കഷ്ടത മാറാൻ പോവുക, എന്റെ ഭാരങ്ങൾ മാറാൻ പോവുക. എന്റെ യേശു എന്നോട് പറയുന്നു, ഭാരം ചുമക്കുന്നവനെ നീ എന്റെ അടുക്കിലേക്ക് വാ, നിന്റെ ഭാരം ഞാൻ ചുമക്കാം, നിന്നെ ഞാൻ ഫ്രീ ആക്കാം എന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. നീ കണ്ണുനീരോട് നിൽക്കുന്ന ചില വിഷയത്തിനകത്ത്, നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. അമികലസ്തോത്രം. ഇന്ന് ആ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവം തൊടാൻ പോവുക. ചില മറുപടി ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. നിനക്ക് സകലതും ഇമ്പോസിബിൾ ആണ്. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, അതിനെ ഞാൻ പോസിബിൾ ആക്കാൻ പോവുക. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ കരം ഇന്ന് പകൽ ദൈവം തൊടാൻ പോവുക. ഓരോ കുടുംബം